ഓക്കെ, സോറി ഫോർ ദ ഡിലേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ക്യൂബ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത് ക്ലോസ് ചെയ്യല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്, അത് ഒരു ക്വസ്റ്റ്യനോ മറ്റോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ. അപ്പോൾ ഇനി എങ്ങാനും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. സോ അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ലാസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ടുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. സോ ആ ക്വസ്റ്റ്യനൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നേരെ നമുക്ക് എന്ത് ചെയ്യാം, ക്യൂബ്സ് എന്ന് പറയുന്ന ടോപ്പിക്. ഡൈസസ് ഉണ്ടാവില്ല, അത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബേസിക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡൈസസും കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കുറച്ചുകൂടി ഇൻ്ററാക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾക്കും വോയിസിലോ അല്ലാതെയോ റിപ്ലൈ തരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇത് സംഭവം ഏറ്റവും സിമ്പിൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഗേറ്റ് ടോപ്പിക്, ഒരു കാറ്റ് ടോപ്പിക്കാണിത്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബ്സ് ആണ്. അതിൻ്റെ ബേസിക്സിലേക്കാണ് ആദ്യമായിട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ. സോ ഏറ്റവും ആദ്യം ഇവിടെ നിങ്ങൾക്ക് ഒരു ക്യൂബ് കാണാൻ പറ്റും. ആ ഒരു ക്യൂബിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ കോർണേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഇനി അതേപോലെ തന്നെ ഈ ഒരു ക്യൂബ്സിൻ്റെ പുറമെ, അല്ലെങ്കിൽ ഈ ക്യൂബ്സിൻ്റെ കോർണേഴ്സിൻ്റെ പുറമെ അതിലുള്ള സർഫസും അതേപോലെ തന്നെ അതിലുള്ള എന്താ പറയുക, എഡ്ജസും ഏതൊക്കെയാണ് ഇമാജിൻ ചെയ്യുക. നിങ്ങൾക്കിവിടെ പറഞ്ഞിട്ടുള്ള ആ ഒരു 12, അതേപോലെ തന്നെ 6, അതേപോലെ 8 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ മൊബൈൽ ഫോണ് ഒരു ക്യൂബല്ല, ബട്ട് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ക്യൂബോയിഡ് അല്ലേ. ഒരു ക്യൂബോയിഡ് എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റും. അതിനും ഈ ഒരു ബേസിക്സിൽ പറഞ്ഞ പോലെ എന്താ പറയുക, 8 കോർണർ, 6 സർഫസ്, അതേപോലെ തന്നെ എന്താ പറയുക 12 എഡ്ജസ് ആണ് ഉണ്ടാവുക. ഓക്കെ. സോ ഇവിടെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് നേരെ എന്താ പറയുക ബേസിക് പ്രോബ്ലംസ്, അത് കഴിഞ്ഞ് അഡ്വാൻസ്ഡ് ലെവൽ ആ രീതിയിലേക്ക് പോവാം. ഓക്കെ. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലുള്ള 8 കോർണേഴ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിലുള്ള 6 സർഫസസ് ഏതൊക്കെയാണ്? ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലുള്ള 8 സർഫസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സോറി ഇതിലുള്ള ഒരു മിനിറ്റ്, പെന്ന് കൺട്രോൾ പി. ഓക്കെ. സോ ഇതിലുള്ള കൺട്രോൾ പി. ഓക്കെ. യാ, ഇതെന്താ എഴുതാത്തത്? ഓക്കെ, വന്നിട്ടുണ്ട്. ഓക്കെ, ശരി ശരി. അപ്പോൾ ഇതിലുള്ള 8 സർഫസസ്, ഐ മീൻ 8 കോർണേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 എണ്ണം ഫ്രണ്ടിൽ കാണാൻ പറ്റും, അതേപോലെ തന്നെ 3 എണ്ണം ബാക്ക് സൈഡിൽ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ടോപ്പ് അല്ലെങ്കിൽ ഈ മിഡിലായിട്ടുള്ള ഈ ഒരു കോർണർ ഉണ്ടല്ലോ, ഏത് നമ്മൾ രണ്ടാമത് മാർക്ക് ചെയ്ത കോർണർ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കോർണർ ഉണ്ടാവും. അങ്ങനെ 8 കോർണർ ഉണ്ട്. ഇനി അതേപോലെ തന്നെ 6 സർഫസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകളിലും താഴെയും, ഇടത്തും വലത്തും, ഫ്രണ്ടിലും ബാക്കിലും, ഇതാണ് 6 സർഫസ്. അതൊക്കെ ആർക്കും കിട്ടും. ഇനി അതേപോലെ തന്നെ ഏതാ 12 എഡ്ജ്, ഇവിടെ ഈ ഒരു ടോപ്പ് ലെയർ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 4 എഡ്ജ് കാണാൻ പറ്റും. അതേ സംഭവമാണ് എന്ത് അതിൻ്റെ ബോട്ടത്തിൽ വരിക. ബോട്ടത്തിൽ നമുക്ക് എത്ര എഡ്ജാണ് ഉണ്ടാവുക? 4 എഡ്ജാണ് ഉണ്ടാവുക. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ എത്ര എഡ്ജ് ഉണ്ടാവും? സൈഡിൽ നമുക്ക് കാണാൻ പറ്റും 4 എഡ്ജാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് നമുക്ക് എത്ര വരുന്നത്? മൊത്തത്തിൽ 12 എഡ്ജസ് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിനി പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കാറ്റിൻ്റെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക. 8, 6, 12 വെച്ചിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് കാണാൻ പറ്റും. ഇനി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അഡ്വാൻസ്ഡ് കാറ്റ് ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാനുള്ളതാണ്. ഇത് എന്തായാലും കാറ്റിന് ചോദിക്കാൻ സാധ്യതയില്ല. ബട്ട് എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ കോൺസെപ്റ്റ് കറക്റ്റ്
ക്ലിയർ ആവണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വളരെ അഡ്വാൻസ്ഡ് ലെവൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടേക്ക് തിരിച്ചു വരും. എവിടേക്ക്? ഈ ബേസിക്സിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഇക്വേഷൻസ് പറയും. എങ്ങനെ n-2 സംതിങ്, അതേപോലെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ കമൻറ്റ് വന്നിട്ടുണ്ട്. സോ എന്താണ് കമൻറ്റ് വന്നിരിക്കുന്നത്? അനുപ്രിയ യെസ് എന്ന കമൻറ്റ് ചെയ്ത്. ഓക്കെ, സോ ഇവിടെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ കൗണ്ട് ദ നമ്പർ ഓഫ് ക്യൂബ്സ് ഇൻ ദ ഗിവൺ ഫിഗർ. എത്രയാണ് ഇതിൻ്റെ ഫിഗേഴ്സിൻ്റെ, ഐ മീൻ എത്ര ക്യൂബാണ് ഇതിലുള്ളത് നിങ്ങളൊന്ന് നോക്കിയേ, കമൻറ്റ് ചെയ്തോളി. എന്താണ് വരിക എന്നുള്ളത് നിങ്ങൾ നോക്കി, എത്ര ക്യൂബാണ് വരിക. സോ ഇത് നിങ്ങൾക്ക് ബേസിക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് കുറച്ച് ഒരു 4-5 ക്വസ്റ്റ്യൻ മാത്രം. നിങ്ങൾക്ക് ആ ഒരു ഇമാജിനേഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനും ഇല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയാനും വേണ്ടിയിട്ടാണ് ഒരു 5-6 ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഇതിൻ്റെ കാറ്റിൻ്റെ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ 9 കമൻറ്റ് ചെയ്യുന്നത് 6 എന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ്, ഇവിടെ ഏറ്റവും മുകളിൽ ഒരു ക്യൂബ് ഉണ്ട് അല്ലേ, ഒരു ക്യൂബ് ഉണ്ട്. അതേപോലെ തന്നെ കൗണ്ട് ദ നമ്പർ ഓഫ് ക്യൂബ്സ് ഇൻ ദ ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിലുള്ള ക്യൂബ് എത്ര എന്ന് ചോദിച്ചാൽ ഇതിൽ എത്ര ക്യൂബ് മൊത്തത്തിലുണ്ട്, നിങ്ങൾ കാണുന്നത് എത്ര ഉണ്ട് എന്നല്ല, ഈ ഷേപ്പിൽ എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ 2 ഉണ്ട്, ഇത് 3 ഉണ്ട്. ഈ 1ൻ്റെ തൊട്ട് താഴെ ഒന്നുകൂടി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. എങ്ങനെ? അത് മൈൻഡിൽ കാണണം. കാരണം എന്താ, ആ രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പവിത്ര പറയാണ് അങ്ങനെയാണെങ്കിൽ 10. 9 പറഞ്ഞിട്ടുള്ള 6 എന്ന് പറയുന്നത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ചോദിച്ചാലാണ് 6 വരിക. പക്ഷേ ഇവിടെ കാണുന്നതും കാണാത്തതും മൊത്തത്തിലാണ് പറയേണ്ടത്. കൗണ്ട് ദ നമ്പർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ 4 വന്നിട്ടുണ്ട്, 5, 6, 7. പിന്നെയോ ഈ ഒരു 2ൻ്റെ താഴെ 8 വരും, 3ൻ്റെ താഴെ 9 വരും. ഇവിടെ 4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യം പറഞ്ഞില്ലേ, 4 എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ താഴെ എത്രാമത്തത് വരും, 10ാമത്തത് വരും. അങ്ങനെ നമുക്ക് 10ആണ് ആൻസർ വരിക. ഇത് വലിയ ടഫ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് എന്താ പറയുക, ഇവിടെ ഇങ്ങനെ ഒരു ക്യൂബ് വരച്ചു, ജസ്റ്റ് ഇതാ നോക്കിയതാ, ഇവിടെ 4 എണ്ണാണുള്ളത്. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ വ്യൂ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചരിച്ച് വരച്ചിട്ട് ഇതാ ഇങ്ങനെ വരച്ചു, നേരെ താഴോട്ട്. വരയൊന്നും അത്ര പെർഫെക്റ്റ് അല്ല, അപ്പം എനിക്ക് നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ അറിയില്ല, അതുകൊണ്ടാണ്, ക്ഷമിക്കുക. സോ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ നമ്മളിതാ കുറച്ച് ക്യൂബ് വരച്ചിട്ടുണ്ട്. ഇതാ ഇതിൽ നിങ്ങളോട് ചോദിക്കും ഇതിൽ എത്ര ക്യൂബ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആൻസർ എന്താ, എത്ര ക്യൂബ് കാണാൻ പറ്റും ഈ ഒരു ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാനിവിടെ കമൻറ്റ് ചെയ്യുന്നതിൽ ഒരു ആൻസർ ആയിരിക്കും വരിക. സോ അത് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റും, അല്ലെ കമൻറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ. അത്ര ടഫ് ക്വസ്റ്റ്യൻ ഒന്നും അല്ലല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. സോ ബേസിക്സ് ആണ്. അപ്പോൾ ക്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ബേസിക് ലെവലിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ എന്താ പറയുക, ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എത്ര ക്യൂബ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ പറയുക, 1, 2, 3, 4, 4 എണ്ണം ഉണ്ട്. ഇത് നിങ്ങളിനി എടുക്കണ്ട, കാരണം എന്താ, 3 പെട്ടതാ, ഇത് എടുക്കണ്ട, അതെന്താ 2 പെട്ടതാ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൗണ്ട് ചെയ്യാൻ പറ്റും. എത്ര ക്യൂബ് ഉണ്ടാവുക, ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 6, ഓപ്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7, ഓപ്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8, ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9. ഇതാണ് ക്യൂബിൻ്റെ എണ്ണം. ഇതിലേതാ വരിക, കമൻറ്റ് ചെയ്ത് നോക്കിയേ. കാരണം ബേസിക്സ് പഠിച്ചാലേ ഹയർ ലെവലിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. കാരണം നിങ്ങൾക്കൊക്കെ നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് എന്ന് എനിക്കറിയാം. ബട്ട് കുറച്ച് പ്രാക്ടീസ് മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് പറയാം. അപ്പം അതുകൊണ്ട് ബേസിക് ലെവൽ, ഇന്നത്തെ ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ടോപ്പിക്കിൻ്റെ പേര് തന്നെ എന്താ, ക്യൂബ്സിൻ്റെ ബേസിക്സ് എന്നാണ്. നിങ്ങളെ ചാറ്റ് ബോക്സ് കാണാൻ പറ്റും. അപ്പോൾ ബേസിക്സ് കറക്റ്റ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പവിത്ര പറയുന്ന 8 എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. പക്ഷേ രുദ്ര പറയുന്ന 7 തെറ്റിയിട്ടുണ്ട്. അതെങ്ങനെയാണ് തെറ്റിയതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ കാണേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഒരു ക്യൂബ് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഒരു ക്യൂബ് വരയ്ക്കുന്നൊക്കെ വളഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഏതായാലും ഇവിടെ നമ്മളിങ്ങനെ ഒരു ക്യൂബ് വരയ്ക്കുകയാണ്. ആ ഒരു ആദ്യം വരച്ചത് അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ വീണ്ടും വരയ്ക്കേണ്ടി വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ വരച്ചു. എന്നിട്ട് നിങ്ങൾ നോക്കിയേ, ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ക്യൂബ് കാണാൻ പറ്റുന്നുണ്ട് എന്നൊന്ന് നോക്കിയതാ. ഞാനിവിടെ നേരത്തെ വരച്ചത് തന്നെയാണ് ഇവിടെയും വരയ്ക്കുന്നത്, പക്ഷേ കുറച്ചുകൂടി ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ
വരയ്ക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് എത്ര ക്യൂബ് കാണാൻ പറ്റുന്നുണ്ട്? 1, 2, 3, 4. ആർക്കും പ്രശ്നമല്ല. 1, അതേപോലെ തന്നെ 2, അതേപോലെ 3, അതേപോലെ തന്നെ 4. ഇനി 5, ഇത് 5 നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടോ? ഇല്ല. 6 ഇതാണ് അല്ലേ? അതേപോലെ 6 ഇതാണ്, ഇതും 6ആണ്. പിന്നെ ഇത് 7ആണ് അല്ലേ? ഈ ഒരു നമ്മളിവിടെ ഈ ഒരു ആരോ മാർക്ക് ഇടുന്നതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിൽ ഒന്നുകൂടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ 8ആണ് വരിക. ഇനി ഇപ്പം രുദ്ര കമന്റ് ചെയ്തപ്പോൾ 7 വന്നു. നല്ല ട്രൈ ആണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കാണുന്നതാണ് രുദ്ര കമന്റ് ചെയ്ത്. അപ്പം അങ്ങനെ കമന്റ് ചെയ്താലേ പഠിക്കാൻ പറ്റുള്ളൂ, എന്നാലേ എക്സാമിനൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ക്യൂബിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിമെട്രിക് ഷേപ്പ് വരച്ചു കഴിഞ്ഞാൽ ക്യൂബിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 1 ആയിരിക്കും, അതല്ലെങ്കിൽ 8 ആയിരിക്കും, അതല്ലെങ്കിൽ 27 ആയിരിക്കും, അതല്ലെങ്കിൽ 64 ആയിരിക്കും, അതല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 125 ആയിരിക്കും, അതല്ലെങ്കിലോ 216 ആയിരിക്കും, അതല്ലെങ്കിൽ 343 ആയിരിക്കും, അതല്ലെങ്കിൽ 512. അതേപോലെ തന്നെ ഈ രീതിയിലാകുമ്പോൾ ഈ 512, 343 ഇതൊക്കെ ഇപ്പോൾ എവിടുന്ന ഇപ്പം ഞാൻ എടുത്ത് പറയണത്? ഇതിപ്പോൾ എവിടുന്നാ കിട്ടണേ? 512, 343 ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? ഒന്നുമില്ല. ഒരു സിമെട്രിക് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ ഓരോ ഡയമെൻഷനിലും നിങ്ങൾ ഒരു ഫേസിൽ ഒന്ന്, അപ്പുറത്തെ ഫേസിൽ ഒന്ന്, അങ്ങനെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 × 1 × 1 ഒരു ക്യൂബ് എന്ന് പറയാം. ഇനി നമ്മളിപ്പോൾ ചെയ്ത ക്യൂബ്, ഇവിടെ പവിത്ര പറഞ്ഞ പോലെ 8 കിട്ടിയത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതിൽ ഒരു ഡയമെൻഷനിൽ 2 ക്യൂബ് ഉണ്ട്. ഏതാ 2 ക്യൂബ്? ഇതാ നോക്കി, ഇത് 2 ക്യൂബാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ടുള്ള ഡയമെൻഷനിൽ എത്ര ക്യൂബ് ഉണ്ട്? 2 ഉണ്ട്. അപ്പം നമുക്ക് 2 × 2 എന്ന് എഴുതാം. ഇനി ഇവിടുന്ന് ബാക്കിലോട്ട് ഒരു ഡയമെൻഷൻ കൂടി ബാക്കിയുണ്ട്. അവിടെ എത്ര ക്യൂബ് ഉണ്ട്? 2 ക്യൂബ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ 2 × 2 × 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ പറയാൻ പറ്റുക 8 ആണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു സിമെട്രിക് ഷേപ്പ് ആണെങ്കിൽ ക്യൂബുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 1, അതല്ലെങ്കിൽ 8, അതല്ലെങ്കിൽ 27, 64 എങ്ങനെ പറഞ്ഞത് എന്നുള്ള ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. ഇനി പിടികിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഒരു സൈഡ് 3 ആണെന്ന് വിചാരിക്കുക, അതിൻ്റെ ടോപ്പിലേക്ക് 3 ആണ്, ബാക്കിലോട്ടും 3 ആണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും 27 ക്യൂബാണ് അവിടെ ഉണ്ടാവുക. 27, 3 × 3 9, 9 3 27. ഇനിയിപ്പോൾ ഒരു ഫേസിൽ 4 എണ്ണം ഉണ്ട്, അപ്പം മുകളിലോട്ടും 4 ഉണ്ട്, ബാക്കിലോട്ടും 4 ഉണ്ട്. അപ്പം 4, 4, 4 എന്ന് പറഞ്ഞാൽ 64 ആണ് വരിക. കാരണം 16 4 എത്രയാണ്? 64 ആണ്. ഇതാണ് നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയിട്ടുള്ളത്. അങ്ങനെ പോയിട്ട് ഒരു സർഫസ് അല്ലെങ്കിൽ ഒരു ഫേസിൽ 10 എണ്ണം ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ടോട്ടൽ എത്ര ചെറിയ ക്യൂബ് ഉണ്ടാകുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഒരു സർഫസിൽ 10. അപ്പോൾ ടോട്ടൽ എത്ര ക്യൂബ് ഉണ്ടാവും? കമൻറ്റ് ചെയ്തോളി. ഇൻട്രാക്റ്റീവ് ആയിട്ട് പറയും, കാരണം നിങ്ങളുടെ റിപ്ലൈ ആണ് നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജം. ഓക്കെ, സോ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഒരു സൈഡിൽ 10 ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ക്യൂബ് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ നോക്കിയതാ, ഇവിടെ ചെറുത് ഇങ്ങനെ 1 2 3 4 ഇങ്ങനെ പോയിട്ട് ഇവിടെ 10 എണ്ണം ഉണ്ട്. അതേപോലെ തന്നെ അതങ്ങനെ 1 2 3 4 ഇങ്ങനെ പോയിട്ട് ഇവിടെ 10 എണ്ണം ഈ മോളോട്ടും ഉണ്ട് അല്ലേ? പക്ഷേ ഇതൊരു സ്ക്വയർ അല്ലല്ലോ. സ്ക്വയർ ആണ് നമുക്ക് പറയാം 100 സ്ക്വയർ ഉണ്ടാവുക. എങ്ങനെ 100 സ്ക്വയർ എന്നിട്ട് 10 10 100ആണ്. പക്ഷേ ഇതിന്ന് എങ്ങോട്ടും ഉണ്ട് ക്യൂബ്? ബാക്കിലോട്ടും ഉണ്ട് 10 എണ്ണം, ബാക്കിലോട്ടും 10 എണ്ണം ഉണ്ട്. സോ 9 ഇവിടെ കമൻറ്റ് ചെയ്തിരിക്കുന്നത് 1000 എന്നാണ്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ്. കാരണം എന്താ? 10 10 100, 100 10 1000 അതാണ് ആൻസറായിട്ട് വരിക. അപ്പോൾ ക്ലിയർ ആണല്ലോ. ജസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പം നമ്മളിവിടെ എഴുതിയ നമ്പറിൽ 512 വരെയാണ് എഴുതിയത്. എന്താ 512? അത് 8ൻ്റെ ക്യൂബാ അല്ലേ? ഇനി 9ൻ്റെ ക്യൂബ് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഈസ് 729, അല്ലെങ്കിൽ നിങ്ങൾ പറയണം. ഇനി 10ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 10 10 100, 100 10 1000, 1000 വരിക. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ ചോദിച്ചത്. അപ്പോൾ ഇത് വളരെ ബേസിക് കാര്യമാണ്. അപ്പം അത് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോണത്. ഇതിലെന്താ ചോദിക്കുന്നതെന്നറിയോ? സെലക്ട് ഫ്രം ദ ഓൾട്ടർനേറ്റീവ് ദ ബോക്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ബൈ ഫോൾഡിങ് ദ ഷീറ്റ് ഷോൺ ഇൻ ഫിഗർ. ഈ ഒരു തന്നിരിക്കുന്ന ഫോർമാറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു A4 പേപ്പറിൽ ഒരേ നീളവും
ഒരേ വീതി, ഈ നീളം തന്നെ ആയിരിക്കണം ഇങ്ങോട്ട് വരേണ്ടത്, വീതി വരേണ്ടത്. അതേ എന്താ പറയുക ലെങ്ത്താണ് ലെഫ്റ്റിലോട്ടും താഴോട്ടും ഒക്കെ വരേണ്ടത്. അങ്ങനെ നിങ്ങൾ പേപ്പർ കട്ട് ചെയ്യാണ് സിസർ കൊണ്ടോ, അല്ലെങ്കിൽ പേപ്പർ മടക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ആ ഒരു രീതിയിൽ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു ABCD അല്ലെ 1 2 3 4 എന്നുള്ള ഫോർമാറ്റിൽ നിങ്ങളൊരു ഷേപ്പ് ഫോം ചെയ്യാണ്. ഒട്ടിച്ചിട്ട് വല്ല നല്ല പശയും യൂസ് ചെയ്ത് നിങ്ങൾ ഒട്ടിക്കുകയാണ്. കാർഡ് ബോർഡ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കണത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇതിലേത് ഓപ്ഷനാണ് കറക്റ്റ് ആവുക? ഇതിലേതാ കറക്റ്റ് ആവുക? ആദ്യം നിങ്ങൾ ചിന്തിക്കുക. കാരണം ഇതൊക്കെ ബേസിക്സ് ആട്ടോ. ചിന്തിച്ചിട്ട് നിങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പറയാം, അതായിരിക്കും നല്ലത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി ഇതിപ്പോൾ എങ്ങനെ ഓപ്പോസിറ്റ് കിട്ടും. ഒന്നുമില്ല, നിങ്ങളിത് മടക്കുന്നതായിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ മടക്കുകയാണെന്ന് ചിന്തിക്കുക. അപ്പം നിങ്ങൾ മടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ആൻസർ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയൊരു സംഭവമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ഇതൊക്കെ ബേസിക്സ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ ആർഷയും അതേപോലെ തന്നെ അലീനയും അതേപോലെ അമീന്, അനുപ്രിയ, ഹാനി, നന്ദന, നയൻ, പവിത്ര, അതേപോലെ രുദ്ര, ഇത്രയും പേരാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. എന്ത് ബേസിക് ഡൗട്ടും അഡ്വാൻസ്ഡ് ഡൗട്ടും ഒക്കെ ചോദിക്കുക കേട്ടോ. സോ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറച്ച് ക്യാറ്റ് ബാച്ചിന് മുമ്പ് ക്ലാസ് എടുത്ത ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാണ്, ബേസിക്സ് നിന്ന് ബിൽഡപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടുള്ളൂ. അല്ലാതെ ബുദ്ധി ഉപയോഗിക്കുന്ന തരമല്ലാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ബുദ്ധി ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ബേസിക്സ് അറിഞ്ഞാലേ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചോദ്യം എന്തായിരുന്നു, ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഈ രണ്ടിൻ്റെ ഓപ്പോസിറ്റ് എന്താ വരിക എന്നറിയോ? രണ്ടിൻ്റെ ഓപ്പോസിറ്റ് 4 വരിക. അതെങ്ങനെ അങ്ങനെ പറയണേ എന്ന് പറഞ്ഞാൽ, നമ്മളിത് മടക്കി കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് മടക്കി കാണിച്ചു തരാം. ഇതിപ്പോൾ 4 വിചാരിക്കുക. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, 1 ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉണ്ടാവുക? നിങ്ങൾ നോക്കിയേ, 2 ഉണ്ടാവുക. അപ്പം 4ൻ്റെ ഓപ്പോസിറ്റ് 2 ഉണ്ടാവുക. ഇത് എത്ര ഗ്യാപ്പിലാണ് ഓപ്പോസിറ്റ് വരുന്നത്? നടുവിൽ 1 വന്നാൽ ഓപ്പോസിറ്റ് ആവും. അതേപോലെ 1ൻ്റെ ഓപ്പോസിറ്റ് 6 അപ്പം ഞാനിവിടെ ഓപ്പോസിറ്റ് പേയേഴ്സ് എഴുതാൻ പോവാണ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 2ൻ്റെ ഓപ്പോസിറ്റ് 4, 1ൻ്റെ ഓപ്പോസിറ്റ് 6. അതെങ്ങനെ അങ്ങനെ വന്നത്? ഒന്നുമില്ല, നമ്മൾ ഈ വരച്ച പോലെ തന്നെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. എങ്ങനെ? ഇവിടെ ഈ ഫ്രണ്ട് ഫേസിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഫ്രണ്ട് ഫേസിൽ ബേസിക്കലി എന്താ പറയുക, ഇവിടെ 6 ടോപ്പിൽ 4 വരിക. അപ്പം തന്നെ ഇതിൻ്റെ ബാക്കിൽ വരിക എത്രയാണെന്നറിയോ? 1 വരിക. ഈ രീതിയിലാണ് ഉണ്ടാവുക. അപ്പം നമുക്ക് ഇത് കിട്ടും. എടാ, ഇനി ബാക്കി 2 നമ്പറല്ലേ ഉള്ളൂ, അതെന്താ? 5ഉം അതേപോലെ തന്നെ 3ഉമാണുള്ളത് അല്ലേ? അപ്പം ഇത് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഓപ്പോസിറ്റ് മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓപ്ഷൻസിൽ ഓപ്പോസിറ്റ് ഉള്ള 2 ഫേസസ് നിങ്ങൾക്ക് അടുത്തടുത്ത് കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ ഓപ്ഷൻ 1 നോക്കുക. ഓപ്ഷൻ 1ൽ നിങ്ങൾ നോക്കിയേ, 1 ലെഫ്റ്റിലുള്ള ഒരു 1 എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് 6 ആണ്. അതിവിടെ കാണാൻ പാടുണ്ടോ? നിങ്ങൾ തന്നെ പറയും. 1ൻ്റെ ഓപ്പോസിറ്റുള്ള 6 നിങ്ങൾക്ക് അടുത്ത് കാണാൻ പറ്റുമോ? അതെങ്ങനെ പറ്റുക? 1ൻ്റെ ഓപ്പോസിറ്റ് അല്ലേ 6, അതെങ്ങനെ അടുത്ത് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇത് തെറ്റാണ്. നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ 1 ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള 6 കാണാൻ പാടില്ല. 3 ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള 5 കാണാൻ പാടില്ല. 4 ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള 2 കാണാൻ പറ്റില്ല. സോ ഇതൊക്കെയാണ് ഇവിടെ വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ സെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഓപ്ഷൻസ് പറയാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഓക്കെ, സോ 4 ആൻസർ എന്നാണ് രുദ്ര ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1, 3, 4 വളരെ പെർഫെക്റ്റ് ആൻസറാണ്. കാരണം എന്താണെന്നറിയോ? ഇവിടെ നമ്മൾ പറഞ്ഞു 6 ഒന്നും ഇവിടെ പറ്റൂല. ഇനി നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി. എടാ, ഓപ്പോസിറ്റ് അല്ലേ 3ഉം 5ഉം, അതിങ്ങനെ അടുത്തടുത്ത് വരാൻ പറ്റുമോ? അത് എന്ത് രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ? അങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 3ഉം 5ഉം അടുത്തടുത്ത് വരാൻ പറ്റൂല, അത് ഓപ്പോസിറ്റാണ്. നമ്മളിവിടെ ആദ്യം തന്നെ ഓപ്പോസിറ്റ് കണ്ടു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഡൗട്ട് ഉണ്ടോ? അത് എങ്ങനെ ഓപ്പോസിറ്റ് വന്ന് ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ തന്നെ ജസ്റ്റ് നിങ്ങളിപ്പോൾ ചെയ്യുന്ന റഫ് പേപ്പറിൽ എന്ത് ചെയ്യുക, ഈ എഴുതിയ പോലെ 2, 1, 4, 3 ഇത്ര മാത്രം എഴുതിയാൽ മതി.
എടാ ഇതിങ്ങനെ മടക്കണ സമയത്ത് നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക എന്ന് അറിയാം. ഇത് മടക്കണ സമയത്ത് ഞാനത് വേറെ രീതിയിൽ വരച്ച് കാണിച്ചു തരാം. നോക്കിക്കോളിയേ, ഇവിടെ 6, തൊട്ട് മുകളിൽ 4, ഇവിടെ 1, ഇവിടെ എന്താ പറയുക 2, ഇതാണ് വരിക. കണ്ടോ? ഇത് ഞാനിവിടെ എന്താ പറയുക, ഇത് ഈ ഒരു സർഫസ് ഇവിടെയാണ് ആ ഒരു ഫേസ് ഉള്ളത്, 6 ഇവിടെയാണ് 4 ഫേസ്, ഇവിടെയാണ് 1 ഫേസ്. ആ രീതിയിലാണ് ഇപ്പം നമ്മൾ വരച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യൂബ് ഈ ലാപ്ടോപ്പിൻ്റെ ഒക്കെ സ്ക്രീന് പോലെ അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. ഒരു സൈഡിൽ 6 എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ എൻഡിൽ 6. അപ്പോൾ ഇതിന് ബാക്കൗട്ട് ഉണ്ട് കേട്ടോ, ബാക്കൗട്ട് ഉണ്ട്. നമ്മൾ ജസ്റ്റ് മൈൻഡിൽ ചെയ്താൽ മതി. ഈ ഒരു മുകളിൽ വരിക 4. അപ്പോൾ അങ്ങനെയാണ്, ഉറപ്പല്ലേ, ഒരു പ്രശ്നമില്ല, ഇങ്ങനെയാണ് വരിക. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിയേ മൂന്നാമത്തെ ഓപ്ഷന്, അതിൽ നിങ്ങൾ നോക്കിയേ ഈ 2ഉം 4ഉം എങ്ങനെ അടുത്തടുത്ത് പറ്റുമോ? പറ്റൂല എന്ന് പറഞ്ഞാൽ രുദ്ര പറഞ്ഞിട്ടുള്ള ആൻസർ പെർഫെക്റ്റാ. ഇനി ഞാനിവിടെ വേറൊരു ഓപ്ഷൻ കൂടി തരാം, അത് ശരിയാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ പറയണം. എന്താണെന്നറിയോ, ഇവിടെ ഒരു ക്യൂബ് ഞാനിവിടെ വരയ്ക്കാം, അത് ശരിയാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ പറയണം. എനിക്ക് എല്ലാവർക്കും മനസ്സിലാവണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഉള്ള നമ്പർ 1 തന്നെയാണ്, ഇവിടെ ഉള്ള നമ്പർ 4 ആണ്, ഇവിടെ ഉള്ള നമ്പർ 5 ആണ്. ഈ ഒരു വ്യൂ പറ്റുമോ ഇല്ലയോ എന്നുള്ള നിങ്ങൾ യെസ് ഓർ നോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേ. അഞ്ചാമത്തെ ഓപ്ഷൻ ഞാൻ ജസ്റ്റ് എഴുതിയത് അങ്ങക്ക് മനസ്സിലാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ 145 എന്ന് പറഞ്ഞാൽ അത് പറ്റുമോ അല്ലെങ്കിൽ ഇല്ലേ, അതാണ് പറയേണ്ടത്. എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഫേസസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ യെസ് എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് രുദ്ര, അടിപൊളി. ഹാനിയൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരുവിധം ആളുകളൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പറ്റും. അതേപോലെ തന്നെ ഒരു ഫേസിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ക്യൂബിൻ്റെ ഒരു വ്യൂവിൽ 4ഉം 6ഉം 3ഉം കാണുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, കാരണം അത് ഓപ്പോസിറ്റ് ഇല്ലല്ലോ. അതേപോലെ 2, 1, 5 ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ കൗണ്ടിങ് ആണ് മക്കളെ. ഇത് എത്ര പേര് പറയും എന്നുള്ളത് ഞാനിങ്ങനെ വണ്ടർ ചെയ്യാണ്, കാരണം ഇത് കുറച്ചൊന്ന് കൗണ്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിന് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. എന്താ ട്രിക്ക് എന്നറിയോ? ഇതിൽ നിങ്ങൾക്ക് ഈ ഓരോ ലെയർ ബൈ ലെയർ നോക്കിയാൽ മതി. ഇവിടെ താഴത്തെ ലെയറിൽ നോക്കിയേ 2, 4, 6 കാണാൻ പറ്റുന്നുണ്ട്. ഇതും 6 പെട്ടതാണ്. ഇവിടെ ഇപ്പോൾ 6 എത്തിയിട്ടുണ്ട്, 1 മുതൽ 6 വരെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതും 6, ഇതും 6. ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്നതും 6. 7, 8, 9, 10, 11. ഇവിടെ ഇപ്പോൾ 11 ആയിട്ടുണ്ട്. ഇത് 7, 8, 9, 10, 11. ഇനി അതേപോലെ തന്നെ ഇവിടുന്ന് ബാക്കോട്ട് പോകണം. അപ്പം നിങ്ങൾക്ക് ഡൗട്ട്, ബാക്കോട്ട് കാണുന്നില്ലല്ലോ, അപ്പം എങ്ങനെയാ ചെയ്യുക? ഇവിടെ ബാക്കോട്ട് കാണില്ലെങ്കിലും അതേ വീതിയിലല്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, ശരിയല്ലേ? ഇതൊരു സ്ക്വയർ ഫോർമാറ്റ് അല്ലേ? ഇത് വളഞ്ഞാണോ വരച്ചത്? അല്ലല്ലോ, സ്ക്വയർ ഫോർമാറ്റ് അല്ലേ? ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലെയറിലും ബോട്ടം ലെയർ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാം, അതിൻ്റെ തൊട്ട് മുകളിൽ കൗണ്ട് ചെയ്യാം, അതിൻ്റെ തൊട്ട് മുകളിൽ ടോട്ടൽ കൗണ്ട് ചെയ്യാം, അതിൻ്റെ തൊട്ട് മുകളിൽ എന്ന് പറഞ്ഞാൽ ഈ ലെയറാ, അവിടെ കൗണ്ട് ചെയ്യാം. മൊത്തത്തിൽ 1, 2, 3, 4 ലെയേഴ്സ് മാത്രമേ ഉള്ളൂ. 4 ലെയേഴ്സ് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ടോപ്പ് ലെയർ നമുക്ക് ഫുള്ളായിട്ട് കാണാം. എത്ര എണ്ണം ഉണ്ടെന്ന് അറിയോ? ഇവിടെ ദാ 1, 2, 3, 4, 5, 6, 7. ഇവിടെ 8 വരൂല, അത് രണ്ടാമത്തെ ലെയറാ. ഇവിടെ 8 വരും, ഇവിടെ 9 വരും, 10 വരും, 11 വരും. ടോപ്പ് ലെയറിൽ 11 ഉള്ളത്. ഇതേപോലെ രണ്ടാമത്തെ ലെയർ കൗണ്ട് ചെയ്യണം, പ്ലസ് മൂന്നാമത്തെ, പ്ലസ് നാലാമത്തെ. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഓരോ ലെയർ ബൈ ലെയർ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കൗണ്ട് ചെയ്യേണ്ടത്. അങ്ങനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടും. നിങ്ങൾ രണ്ടാമത്തെ ലെയർ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് കമൻറ്റ് ചെയ്താൽ മതി. രണ്ടാമത്തെ ലെയറിലുള്ള 1 ഞാനിവിടെ എഴുതാം. ഇതൊന്ന്, ഇത് 2, 3, 4, ഇവിടെ 5. ആറാമത്തത് ഇതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ശരിക്കും ഒന്നുകൂടി നോക്കിയേ. ഇത് രണ്ടാമത്തെ ലെയർ അല്ലേ? 6ആണത്. ഏഴാമത്തത് കാണണോ? ഇതാണ് ഏഴാമത്തെ. 8, 9. നല്ല ഇമാജിനേഷൻ വേണം. ഇമാജിനേഷൻ നിങ്ങൾക്ക് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമല്ല. 11. ഇനി ഇതെടുക്കാൻ പറ്റൂല, കാരണം എന്താ? ഇത് മൂന്നാമത്തെ ലെയർ, ഇവിടെ പറ്റൂല. പറ്റുമോ? ഇല്ല. ഇതാണ് എന്ത് വരിക? 12ആമത്തെ. ഇതാണ് 13ആമത്തെ. ഇതാണ് 14ആമത്തെ. ഇനി അവിടെ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 15 വരും,
അതേപോലെ ഇത് 16 വരും അല്ലേ? ഇനി കൂടുതൽ വരുമോ? ഇല്ല. കാരണം എന്താ, ഇതൊന്ന് തന്നെയാണ്, ശരിയല്ലേ? അപ്പം നമുക്ക് 16ആണ് രണ്ടാമത്തെ ലെയർ. നിങ്ങൾക്ക് എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, വോയിസിലോ ടൈപ്പ് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചോദിച്ചോളി. കാരണം ഇത് എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻറ്റും ഈസിയുമായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ 2 ലെയർ, നമുക്ക് 4 ലെയർ അല്ലേ ഉള്ളൂ. അടിയിലത്തെ ലെയർ നിങ്ങൾക്ക് ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ടാവാം. എടാ, ലാസ്റ്റ് 2 ലെയറിൽ ഒരേ നമ്പർ അല്ലേ ഉണ്ടാവുക? എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ എങ്ങനെയെങ്കിലും ചോദിക്കും. കാര്യങ്ങൾ മനസ്സിലായാലും നമുക്ക് ചെയ്യാം. ഏത് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇനി വേറൊരു ട്രിക്ക് കൂടി ഉണ്ട് കേട്ടോ. എന്താ ട്രിക്ക് അറിയോ? ഇത് നിങ്ങൾ നീളവും വീതിയും എല്ലാം എന്ത് ചെയ്യുക, ആദ്യം കാണുക. ഹൈറ്റ് കാണുക, ലെഫ്റ്റിലോട്ടുള്ളത് കാണുക, അതേപോലെ ബാക്കിലോട്ടുള്ളത് കാണുക, ടോട്ടൽ കാണുക. ആ ടോട്ടൽ ഇപ്പം കുറച്ചെണ്ണം കട്ടായി കിടക്കണ്ടല്ലോ. എവിടെയാണ് കട്ടായി കിടക്കുന്നതാ? ഇവിടെ ഒന്ന് പോയിട്ടുണ്ട്, ഈ ഗ്യാപ്പിൽ. ഇവിടെ 2 പോയിട്ടുണ്ട്. ഇവിടെ ഒന്നാ പോയത്. ഇവിടെ ഒറ്റൊന്നും പോയില്ല. ഇവിടെ പോയില്ല, ഇവിടെ പോയില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ഇവിടെ മിസ്സായത്. ഒന്നിവിടെയും ഒന്നിൻ്റെ മുകളിലും അല്ലേ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 മിസ്സായത്. ഒന്നിവിടെ ഒന്ന് അതിൻ്റെ മുകളിൽ. ഇവിടെ ഒന്നേ മിസ്സായിട്ടുള്ളൂ അല്ലേ? അങ്ങനെ നിങ്ങൾ ടോട്ടൽ കണ്ടിട്ട് ആ മിസ്സായത് സബ്ട്രാക്ട് ചെയ്യുന്നത് രണ്ടാമത്തെ മെത്തേഡാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്തോളി, ഒരു കുഴപ്പമില്ല. പക്ഷേ കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു തിങ്ങിങ് സെറ്റായി കിട്ടണം, വേറൊരു പ്രശ്നമില്ല. ഒറ്റ മിനിറ്റ് നിങ്ങൾ ട്രൈ ചെയ്യൂ. ഒരു മിനിറ്റ്. കമൻറ്റ് ചെയ്തോളി കിട്ടിയാൽ. ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ കിട്ടിയ കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. കമൻ്റ് ഒന്നും വരുന്നില്ലല്ലോ. ഓക്കെ. ഒരു മിനിറ്റ്. 20 ഓക്കെ 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 ഓക്കെ. അമീനെ, വോയിസ് പറയാൻ പറ്റുമോ? വേണ്ട, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇത് മനസ്സിലാക്കി തന്നേ പറ്റുള്ളൂ. അപ്പോൾ അമീന് ഇപ്പോൾ 20 എന്നാണ് ചോദിച്ചത്. അത് 20 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് ചെയ്യാം. ഞാൻ തൽക്കാലം എന്ത് ചെയ്യാന്നറിയോ, ഇതിൽ നമ്മൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മായ്ച്ചിട്ട്, ഫുള്ളായിട്ട് മായ്ക്കല്ല, നിങ്ങൾക്ക് കറക്റ്റ് അത് മനസ്സിലാവും. ആ മനസ്സിലാവുന്ന രീതിയിൽ ആ അടിയിലുള്ള 2 ലെയർ, അത് ഞാനിപ്പോൾ പറയും. അടിയിലുള്ള 2 ലെയർ
എന്നിട്ട് എന്ത് ചെയ്യുക, മുകളിലുള്ള ലെയറിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് അഡ്രസ്സ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. കാരണം ഇത് സത്യത്തിൽ എന്താണ്, ഇത് നിങ്ങളെ ബേസിക്സ് സെറ്റ് ചെയ്യാനുള്ള ക്ലാസ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ എന്താ പറയുക, പ്രോബ്ലം വരുന്ന സമയത്ത് ഡിഫിക്കൽട്ടായി മാറും. അപ്പോൾ അത് വേണ്ട, നമുക്ക് കാര്യങ്ങൾ കിട്ടണം. അപ്പോൾ ഇതിന് അമീനെ ഏറ്റവും നല്ല വഴി എന്താണെന്നറിയാമോ? ഇവിടെ ഇവിടെ നിന്ന് ഇവിടെ വരെ നിങ്ങൾക്ക് എത്ര ക്യൂബ് കാണാൻ പറ്റുന്നുണ്ട്? 1 2 3 4 5 6, 68 ടോട്ടൽ എന്നാണ് കമൻറ്റ് വന്നിരിക്കുന്നത്. അത് 68 ഓൾമോസ്റ്റ് എന്താ പറയുക, ഓക്കെ എന്ന് പറയേണ്ടി വരും. ബട്ട് അത് ഞാൻ കൺഫേം ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നത് 68 റോങ് ആണെന്നാണ്. കാരണം ഞാൻ ജസ്റ്റ് നിങ്ങളെപ്പോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 2 4 6 6 ഇവിടെ ഉണ്ട്, ആർക്കും പ്രശ്നമില്ലല്ലോ. അതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റും എത്ര എണ്ണം ഉണ്ടാവും അമീനെ? 6 ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഒരു പ്രശ്നമില്ലല്ലോ, കാരണം അതിൻ്റെ വീതിയും നീളം സെയിം അല്ലേ? അല്ലേ? ആണ്. അപ്പോൾ 6 അവിടെ ഇവിടെ വരും. ഇനി നിങ്ങൾ ഇതെടുക്കാൻ പാടില്ല. കാരണം എന്താ? ലെഫ്റ്റിലുള്ള 6 അത് പെട്ടിട്ടുണ്ട്. ഇതെടുക്കാൻ പാടില്ല, റൈറ്റിലുള്ള 6 അത് പെട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ പറയണം, കമൻറ്റ് ചെയ്യണം, എത്രയാണ് ഇവിടെ താഴെ മൊത്തത്തിലുള്ളത്. ഇവിടെ 2 4, ഇവിടെ 4 ഓക്കെ, ഇതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റും നോക്കിക്കഴിഞ്ഞാൽ ബോട്ടത്തിൽ എത്ര നിങ്ങൾക്ക് കിട്ടും, അതിൽ നിങ്ങൾക്ക് ആൻസർ ഇട്ട്. 20 എന്നാണല്ലേ ചോദിച്ചത്? അടിപൊളി അടിപൊളി. 20 എന്നാ ചോദിച്ചത്? 20 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ. ഓക്കെ, അടിപൊളി അടിപൊളി. ഓക്കെ, ഞാൻ പിന്നെ 22 എന്ന് തെറ്റിദ്ധരിച്ചു, അതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബോട്ടത്തിൽ 4 4 8 അല്ലേ? 8ഉം 6ഉം 14ഉം 6ഉം 20 വരിക. വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് പറഞ്ഞത്. പക്ഷേ അപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ തേർഡ് ലെയറിലും എത്ര വരിക? 20 വരിക. അപ്പം 40ഉം അതേപോലെ തന്നെ എന്താ പറയുക 11ഉം 16ഉം നമുക്ക് കിട്ടിയത്. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. 1 2 3 4 5 6 7, അതേപോലെ 8 9 10 11, ടോപ്പിൽ 11 അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 6 ഉണ്ട്, ശരിയല്ലേ? അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 4, 6 4 10 ഉണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ 11 12 13 അല്ലേ? പിന്നെ നമുക്ക് 14 15, അതേപോലെ 16 17. ഇവിടെ രണ്ടാമത്തെ ലെയറിൽ 17 ആയിരിക്കും വരിക കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവിടെ പവിത്ര ചോദിച്ച പറഞ്ഞ ആൻസറും വളരെ പെർഫെക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ 68 വരിക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടോ, ഇത് എഴുതുന്നപ്പോൾ ഒന്ന് അധികം കൂടിയെന്ന് കാണിച്ചു തരാം. അതായത് ഇവിടെ നമുക്ക് ടോപ്പിൽ 11 ഉണ്ട് എന്നുള്ള കാര്യം ആർക്കും ഡൗട്ട് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ടാമത്തെ ലെയർ നോക്കുക, ടോപ്പ് നിന്ന് രണ്ടാമത്തെ ലെയർ. ഈ രണ്ടാമത്തെ ലെയറിൽ നിങ്ങൾക്ക് എത്ര എണ്ണം കാണാൻ പറ്റുന്നുണ്ട്? 6 കാണാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ 7 8 9 10, ഇവിടെ എത്തുമ്പോൾ 10 എത്തി. നമ്മൾ കോർണറിൽ എത്തിയിട്ടില്ല കേട്ടോ. കോർണറിൽ എത്ര വന്നു? 11 വന്ന്. അതേപോലെ ഇതാണ് എന്ത് വരിക? 12 വരിക. അതേപോലെ ഇതാണ് 13 വരിക. ഇതാണ് 14 വരിക. അതേപോലെ ഇതാണ് 15 വരിക. ഇതാണ് 16 വരിക. ഇതാണ് 17 വരിക. എന്ന് പറഞ്ഞാൽ കോർണറിൽ ഒന്ന് നമ്മൾ നേരത്തെ ജസ്റ്റ് കൗണ്ട് ചെയ്തപ്പോൾ മിസ്സായിട്ടുണ്ട്. അപ്പോൾ 17 വരിക. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 11ഉം 17ഉം 28ഉം 40ഉം 68 ആൻസർ വരിക. ഞാൻ ചിന്തിച്ചത് 70 ആൻസർ എന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചത്. ഓക്കെ, സോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അതിനുള്ള തെളിവാണ് ഇപ്പോൾ 2 പേര് കമൻറ്റ് ചെയ്തു. 2 പേരുടെ കമൻറ്റും കറക്റ്റാണ്. താഴെ 20 എന്ന് പറഞ്ഞു, കറക്റ്റാണ്. 68 എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തു, അത് ടോട്ടൽ, അതും കറക്റ്റാണ്. അപ്പോൾ ഒരു പ്രശ്നവുമില്ല, നിങ്ങളുടെ തിങ്കിങ് കറക്റ്റ് പാറ്റേണിലാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ കൗണ്ടിങ്ങിൻ്റെ വേറെ മേ ബി ഒറ്റ ക്വസ്റ്റ്യനും കൂടി ഉണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് കൗണ്ടിങ് അല്ല കേട്ടോ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റാണ്. ഈ കോൺസെപ്റ്റിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇതിൽ ഏതാണ് അൺഫോൾഡഡ് ഫിഗർ ആയിട്ട് വരിക എന്നാണ് ചോദിക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഈ പ്രാവശ്യം എന്തായാലും നിങ്ങൾ ആൻസർ പറയുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ കൗണ്ടിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ കാര്യത്തിലേക്ക് കടക്കാൻ പോവാണ്. കമൻറ്റ് ചെയ്തോളൂ ഏതാണ് വരിക. ഓപ്പോസിറ്റ് എങ്ങനെ കാണാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നിടവിട്ട് വരുന്നതാണ് ഓപ്പോസിറ്റ് വരിക. അപ്പം 2 4 1 6 5 3
ഇവിടെ എ ആണെന്നാണ് രുദ്ര പറഞ്ഞത്. അപ്പോൾ 3 അതിൻ്റെ ഓപ്പോസിറ്റുള്ള 5 അവിടെ ഇല്ല. 4 അതിൻ്റെ ഓപ്പോസിറ്റുള്ള 2 ഇതിലില്ല. 6 അതിൻ്റെ ഓപ്പോസിറ്റുള്ള 1 അവിടെ ഇല്ല. സോ നിങ്ങൾ പറഞ്ഞത് പെർഫെക്റ്റ് ആൻസറാണ്, ഒരു പ്രശ്നവുമില്ല. ഇനി നിങ്ങൾ ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ. ഇവിടെ 3 ഉണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ എന്തുണ്ട്? 5 ഉണ്ട്. അപ്പം ഇനി കൂടുതൽ പറയണ്ട, എന്തായാലും 1 ആണ് ആൻസർ. ഇത് നിങ്ങൾ അടിപൊളിയായിട്ട് പറഞ്ഞു, അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ കൗണ്ടിങ്ങിൻ്റെ മുമ്പ് വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇത് കുറച്ച് വ്യത്യസ്തമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് തിങ്ക് ചെയ്യേണ്ടത്, ബട്ട് സ്റ്റിൽ ദർ ഈസ് സം വെറൈറ്റി ഇൻ ഇറ്റ്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെ കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഈ ഫിഗേഴ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈൻഡ് ദ കറക്റ്റ് വൺ ഇഫ് ഇറ്റ്സ് നോൺ ദാറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡോട്ട്സ് ഓൺ ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് ക്യൂബ് ഈസ് ഓൾവേസ് 7. അതിൻ്റെ അർത്ഥം എന്താ? എടാ ഇപ്പം ഒരു ക്യൂബ് നമ്മളിതെങ്ങനെ ജസ്റ്റ് റഫായിട്ട് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫേസ്, 2 ഫേസ്, അതേപോലെ തന്നെ 3 ഫേസ്, അതിൻ്റെ ബാക്കിൽ 4 ഫേസ്. ഇവിടെയുള്ള നമ്പറിൻ്റെ സമ്മും നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 7 കിട്ടണം അല്ലേ? ഇവിടെ 6, ഇവിടെ 1 ആണെങ്കിൽ അത് നടക്കും. ഇവിടെ 1ഉം 6 ആണെങ്കിൽ അത് നടക്കും. ഇനി അതേപോലെ ഇവിടെ 2 ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇതിൻ്റെ ഓപ്പോസിറ്റ് എത്ര എണ്ണം വേണം നോക്കിക്കോളി. 2 ആണെങ്കിൽ ഇവിടെ എത്ര എണ്ണം വേണം? ഓപ്പോസിറ്റ്, ഇഫ് ഇറ്റ് ഈസ് നോൺ ദാറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡോട്ട്സ് ഓൺ ഓപ്പോസിറ്റ് ഫേസസ്, ഇവിടെ 5 എണ്ണം വേണം. വേണ്ടേ? 4, 5ഉം 2ഉം എന്താ ഉള്ളൂ? 7 ആവുള്ളൂ. ഇനി ഇവിടെ 3 ആണുള്ളത് എന്ന് വിചാരിക്കുക. കാരണം നമ്മളിവിടെ 1, 2 ബേസിക്കലി 1, 2, 5, 6 ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ബാക്കിയുള്ളത് 3ഉം പിന്നെ എന്തുവാണ്? ഇവിടെ ഓപ്പോസിറ്റ് വരെ എന്താ? 4 ആണ് വരെ. നിങ്ങൾ നോക്കിയേ, ഇതാണ് നമ്മുടെ പാറ്റേൺ. ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഏതൊക്കെയാണ് ഓപ്പോസിറ്റ് ഫേസസ് എന്നുള്ളത് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? ഓപ്പോസിറ്റ് ഫേസസ് ആർക്കോ കിട്ടാത്തുണ്ടോ? 1ൻ്റെ ഓപ്പോസിറ്റ് എന്താ വരിക? 6 വന്നാലല്ലേ സം 7 വരുള്ളൂ. 2ൻ്റെ ഓപ്പോസിറ്റ് 5 വന്നാലല്ലേ സം 7 വരുള്ളൂ. 3ൻ്റെ ഓപ്പോസിറ്റ് 4 വന്നാലേ എന്താ പറയുക, സം 7 വരുള്ളൂ. സോ 3, 4, 1, 6, അതേപോലെ 2, 5, ഇതാണ് പാറ്റേൺ. ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ആൻസർ പറയേണ്ടത്. ഇനിയിപ്പം ഞാൻ അധികം വെയിറ്റ് ചെയ്യുന്നില്ല, ആരെങ്കിലും ഒരാൾ ആൻസർ പറഞ്ഞാൽ നേരെ അങ്ങോട്ട് ചാടായിരുന്നു. എടോ 4 വരുമോ? 2ഉം അതേപോലെ 5ഉം അടുത്തടുത്ത് വന്നാൽ സം 7 വരൂലേ? പറ്റൂല. ഇനി ഈ 3ഉം 4ഉം ഒക്കെ പറ്റുമോ? 3ഉം 4ഉം 7 അല്ലേ? അത് പറ്റുമോ? ഓപ്പോസിറ്റ് അല്ലേ വരേണ്ടത്? പറ്റൂല. ഇനി 1 ആണോ 2 ആണോ? 1 ആണോ 2 ആണോ? അടിപൊളി. പവിത്ര വീണ്ടും സ്കോർ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഇവര്. കാരണം ഇവിടെ 1, അതേപോലെ 4 ഉണ്ട്, 3 ഇല്ല. ഇവിടെ 5 ഉണ്ട്, പക്ഷെ എന്തില്ല? 2 ഇല്ല. സോ വി ഹാവ് ഗോട്ട് ദ റൈറ്റ് ആൻസർ അറ്റ് വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. വളരെ പെട്ടെന്ന് നിങ്ങൾ ആൻസർ പറഞ്ഞു. ഇനി നമുക്ക് ഒരൊറ്റ കൗണ്ടിങ് ക്വസ്റ്റ്യനും കൂടി. ഇത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? കൗണ്ടിങ് ഒക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇതിൽ കറക്റ്റ് ഇങ്ങ് കിട്ടും. ഇത് കഴിഞ്ഞ ക്വസ്റ്റിനേക്കാളും എളുപ്പമാണെന്ന് പറയാതെ വയ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ ടോപ്പിൽ 2, 4, 5, ഇവിടെ 2, 4, ഇവിടെ ടോപ്പ് ലെയറിൽ 9 ഉണ്ട്, പ്ലസ് രണ്ടാമത്തെ ലെയറിൽ 2, 4 പ്ലസ് 3, 7 ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ ആൻസർ പറയും. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നില്ല. ഇനി നിങ്ങൾക്ക് എത്ര ലെയർ വേണം? ഇത് അടുത്ത ലെയറാ. അതേപോലെ ഈ ഒരു ലെയർ നിങ്ങൾ പിന്നെ കൗണ്ട് ചെയ്യണം. ഏത്? നടുവിലുള്ള. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇത് കൗണ്ട് ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇതിൻ്റെ ആൻസർ ഏതാണെന്ന് നോക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇനി ഇവിടെ നിങ്ങൾ ഈ 9 ടോപ്പ് ലെയറിൽ കാണുന്നുണ്ടല്ലോ. സത്യം പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ലെയറിൽ 7 മാത്രമാണോ വരിക? അല്ല. പിന്നെ എത്ര വരിക? ഇവിടെ 7ൻ്റെ കൂടെ എത്ര കൂടി വരും? 9ഉം കൂടി വരും. അങ്ങനെ 9 വരിക. ഈ 9ൻ്റെ തൊട്ട് താഴെ അല്ലെ, ബിലോ എത്ര ഉണ്ട്? 9 കൂടി വരുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ലെയറിൽ 7 മാത്രമല്ല. ഇതെങ്ങനെ 9 വരുന്നത്? ഇതൊന്ന്, ഇതിൻ്റെ താഴെ 1, ഇതിൻ്റെ താഴെ 1, 2, 3, 4, 5, ഇതിൻ്റെ താഴെ 6, 7, 8, 9. ഇതാണ് രണ്ടാമത്തെ ലെയർ. ഇത് ഫസ്റ്റ് ടോപ്പാണ്. ഇത് സെക്കൻഡാണ്. അതേപോലെ തേർഡ് ലെയറിൽ സിമിലർ ആയിട്ട്
നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ 2 4 5 ഇവിടെ 5 ഉണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ 5 ഉണ്ടെങ്കിൽ അടുത്ത ലെയറിൽ 7 ഉണ്ടാവുക. അപ്പൊ അടുത്ത ലെയർ എത്ര ഉണ്ടാവുക? 9 ഉണ്ടാവുക. ഒരേ പാറ്റേൺ. ശരിയല്ലേ? കണ്ടുപിടിച്ചോളി. ഇപ്പൊ നമ്മൾ 3 ലെയർ വരെയാണ് എടുത്തത്. നാലാമത്തെ ലെയറിൽ എത്ര വരും എന്നുള്ളതാണ് നിങ്ങൾ കാണേണ്ടത്. ഇനി ഇതിന് വേറൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡും കൂടി ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയിടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ചെയ്യാലോ. എന്താ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് അറിയോ? ഓൾട്ടർനേറ്റ് മെത്തേഡ് ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇവിടെ 2 4 5 ഇങ്ങോട്ട് 5ആണുള്ളത്. ഇനി ഇങ്ങോട്ട് 2 4 5 5ആണുള്ളത്. ഫ്രണ്ടിലോട്ട് എത്ര എണ്ണം ഉണ്ട്? 5ആണ് വേണ്ടത്. കാരണം എന്താ? ഇവിടെ ഒന്നും വന്ന 5 വരും. അങ്ങനെ ടോട്ടൽ 125 വരിക. ഈ 125 ഓരോ ലെയറിലും എത്ര എണ്ണം മിസ്സായിട്ടുണ്ട് നിങ്ങൾ സബ്ട്രാക്ട് ചെയ്താൽ ആൻസർ കിട്ടും. ഇത് അടുത്ത മെത്തേഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. എടാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഒരു മിനിറ്റ്. ഓക്കെ. സോ ജസ്റ്റ് ഇങ്ങോട്ട് നീക്കാം. ഓക്കെ. സോ 90 എന്നാണ് കമന്റ് ചെയ്തത്. അത് കറക്റ്റ് അല്ല, ബട്ട് ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. ഇത് 9. ഇത് 9 7 16. ഇവിടെ 9 7 16 5 21. ഇതാണ് മൂന്നാമത്തെ ലെയർ. അതേപോലെ നിങ്ങൾ ആകെ കാണേണ്ടത് ഫോർത്തും അതേപോലെ ഫിഫ്ത്തും ആണ് കാണേണ്ടത്. ഫോർത്ത് നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുക? ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ 3 ഉണ്ട് അല്ലേ? ഇനി ഞാനത് ഇത് ചെയ്യാം, എന്താ പറയുക, ഹൈലൈറ്റ് എന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. സോ ഇതിൻ്റെ ആൻസർ ഐ തിങ്ക് 89 ആയിരിക്കും ആൻസർ. നിങ്ങൾ കിട്ടിയോ നോക്കി. 89 ആയിരിക്കും ആൻസർ. നിങ്ങളൊന്ന് കിട്ടുമോ എന്നുള്ളത് നോക്കി നോക്കി. 89 ആണെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇതിൽ ഓക്കെ. സോ ഇവിടെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെയറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത്? ഈ ഒരു ലെയറിൽ 3 വരും. ഈ ഒരു ലെയറിൽ 6 വരും. ഇവിടെ അടുത്ത ലെയറിൽ എത്ര വരും? ഇങ്ങനെ 9 വരും. ഇവിടെ വരെ എടുത്തിട്ടുള്ളേ. ഓക്കെ. ഇവിടെ വരെ എടുത്തിട്ടുള്ളൂ. ഇനി ഇവിടെ വരെ എടുത്തു കഴിഞ്ഞാലോ 9ഉം 2ഉം എന്താ പറയുക? 9ഉം 2ഉം 11 വരും. ഇനി ഇവിടെ എത്ര എണ്ണ ഉള്ളത്? ഇത് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ 11ഉം 10ഉം 21 വരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കിയേ. ഇവിടെ ആ ഒരു നാലാമത്തെ ലെയർ ആട്ടോ നമ്മൾ പറയണേ. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഈ നാലാമത്തെ ലെയർ ഫുൾ ഉണ്ട്. സോ ഇവിടെ 5 ഉണ്ട്. ഇവിടെ ഫുൾ ഉണ്ട്. 5 5 10 ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫുൾ ഉണ്ട്. അപ്പം എത്ര? 15 ഉണ്ട്. ഇവിടെ 3 ഉള്ളൂ. കാരണം എന്താ? നാലാമത്തെ ലെയറിൽ ഇവിടെ വരെ ഉള്ളൂ. ഇതിൻ്റെ ഇങ്ങോട്ട് 2 അല്ല. ഇവിടെ അടുത്തതിൽ ഇങ്ങോട്ട് 2 അല്ല എന്ന് പറഞ്ഞാൽ 15 മാറും 21 വരിക. 21 വരിക. ഇനി അതേപോലെ അഞ്ചാമത്തെ ലെയർ മാത്രമേ നിങ്ങൾക്ക് കാണേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അഞ്ചാമത്തെ ലെയറും കൂടി നോക്കിക്കഴിഞ്ഞാൽ ആൻസർ കിട്ടും. 9ഉം 16 25ഉം 20 45 1 46 20 66 1 67 67ഉം 20ഉം 67ഉം 20 എത്ര വരിക? 87 വരും. ഓക്കെ. യാ 21 22 വരും അല്ലേ? സോ 90 തന്നെയാണോ വരുന്നത്? അല്ലെങ്കിൽ 80 ആണോ? 25 25 1 26 1 27ഉം
2 29 89 വരുന്നത് അല്ലേ? ഇവിടെ 42 10 52 6 58 58 9 67 67 അതേപോലെ തന്നെ 22 89 കറക്റ്റാണ്. ഇതെങ്ങനെ 22 വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. എടാ, അഞ്ചാമത്തെ ലെയറിൽ ഇത് മാത്രല്ലേ എക്സ്ട്രാ ഉള്ളൂ, ഇത് മാത്രല്ലേ എക്സ്ട്രാ ഉള്ളൂ. നിങ്ങൾ നോക്കിയേ, ഇത് മാത്രല്ലേ എക്സ്ട്രാ. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ 21 നാലാമത്തെ ലെയറിലുള്ളതെങ്കിൽ അഞ്ചാമത്തെ ലെയറിൽ 22 ഉണ്ട്. മൂന്നാമത്തെ ലെയറിൽ 21 തന്നെ ഉള്ളത്. കാരണം എന്താ, ഈ മൂന്നാമത്തെ ലെയറും നാലാമത്തെ ലെയറും സെയിം അല്ലടോ. നിങ്ങൾ പിന്നെ ഫസ്റ്റ് മുതൽ കൗണ്ട് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. കാരണം എന്താ, മൂന്നാമത്തെ ലെയറും നാലാമത്തെ ലെയറും ഒരേ ഐറ്റംസാ. ഇനി രണ്ടാമത്തെ ലെയറോ, അത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. എന്താ, ഇവിടെ ആദ്യത്തെ ഞാനിവിടെ വരയ്ക്കണ ഇവിടെ 2 4 6 1 7 അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള 7 അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഈ ഒരു 5 പ്ലസ് ഇവിടെയുള്ള 4 അതാണ് ഇവിടെയുള്ള 9. ഇനി ഫസ്റ്റ് ലെയർ ഇത് ഇതിൻ്റെ താഴെയുള്ള ആട്ടെ ഈ 9 എഴുതിയേ. പിന്നെ എന്ത് ചെയ്യുക, ഫസ്റ്റ് ലെയറിൽ ഏത് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് 9 മാത്രമേ ഉള്ളൂ. അപ്പം ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 25 20 45 46 20 66 67 20 87 2 89. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, അനുപ്രിയയുടെ ആൻസർ 90, ബട്ട് ഓൾമോസ്റ്റ് ദെയർ. പക്ഷെ എന്താണ്, 89 കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിൽ ഏതെങ്കിലും ലെയർ ഡൗട്ട് ഉണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. ഏതെങ്കിലും ലെയർ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ ആ ലെയർ ഒന്നുകൂടി പറയാം. അല്ലെ ക്ലിയർ ആണെങ്കിൽ ഓക്കെ എന്നോ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ അല്ലേ? അല്ലെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ലെയർ ഡൗട്ട് ഉണ്ടോ? ഫിഫ്ത്ത് ലെയർ ഒന്നുകൂടി പറയാനാ പറഞ്ഞത്. അടിപൊളി അടിപൊളി, ഫിഫ്ത്ത് ലെയർ പറയാം. ഓക്കെ, അപ്പോൾ ഫിഫ്ത്ത് ലെയർ ഞാൻ അതൊന്ന് മായ്ക്കട്ടെ. ഇവിടെ ഹാനി ഫിഫ്ത്ത് ലെയർ എന്ന് പറഞ്ഞാൽ ഈ ഫിഫ്ത്ത് ലെയറിൽ ഇത്രയും സംഭവം ഉണ്ട് ഇല്ലേ? അടിയിലാട്ടോ പറയുന്നത്. അടിയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് പറയുന്നത്. അപ്പോൾ ഫിഫ്ത്ത് ലെയറിൽ എത്ര എണ്ണം ഉണ്ട്? 2 4 5. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എത്ര എണ്ണം ഉണ്ട്? ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എത്ര ഉണ്ട്? 5 4 9 ഉണ്ട് അല്ലേ? ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിഫ്ത്ത് ലെയറിൽ നിങ്ങൾക്ക് ദാ ഈ ഒരു ഇത്രയും ഐറ്റംസ് വരും. ഇത് എത്ര എണ്ണം വരിക? 2 4 4 3 7 9 പ്ലസ് 7 വരും. ഇനി അതേപോലെ തന്നെ ഫിഫ്ത്ത് ലെയറിൽ ഇതിൻ്റെ താഴെയും ഫിഫ്ത്ത് ലെയറിൽ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അത് എത്ര വരിക? 3 2 5 വരിക. അപ്പോൾ ഇവിടെ പ്ലസ് 5 വരും. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയേ, 9 7 16 5 21 ഇനി ഫിഫ്ത്ത് ലെയറിൽ ഇതാ ഒറ്റക്കൊന്ന് നിൽക്കുന്നുണ്ട്. ഏതാ? ഇതാണ് ഫിഫ്ത്ത്. ഏറ്റവും അടിയിൽ ഇത് മാത്രമല്ല, ഏറ്റവും അടിയിലല്ലേ ഇതുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഒന്നുകൂടി വരുന്നുണ്ട്. അപ്പോൾ 9 7 16 6 22. നമ്മൾ നേരത്തെ പറഞ്ഞത് 22 തന്നെയല്ലേ? ഏറ്റവും താഴെ 22 എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർത്ത് ലെയർ ഇത് ഫിഫ്ത്ത് ആണ്, നിങ്ങൾ ചോദിച്ച പോലെ ഫിഫ്ത്ത് ആണ്. ഇനി ഫോർത്ത് ലെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈക്വൽ ടു തേർഡ് ലെയർ ആണെന്ന് കാണാൻ പറ്റും. എന്താ കാര്യം? ഇവിടെ അതാ നോക്കിയേ, ഇത്രയും ലെയറിൽ ഒരേ സാധനം ഉള്ളത്. അതാ നോക്കിയത്, ഇവിടെ ഒക്കെ സെയിം ആണുള്ളത്. ഇവിടെ ഒക്കെ സെയിമാ. ഈ രണ്ട് ഇവിടെ ഒന്നും എക്സ്ട്രാ അല്ല, ഇതൊക്കെ സെയിമാണ്. ഞാനിവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാണ്. ഇതൊക്കെ സെയിമാ എന്ന് പറഞ്ഞാൽ അവിടെ ഏതാ കുറവുണ്ടാവുക? ഈ ഒന്ന് മാത്രം കുറവുണ്ടാവും, ബാക്കിയൊക്കെ സെയിമാ. അപ്പം ഇത് 3 4 കൂടി 21 പ്ലസ് 21 എത്ര വരിക? 42 വരും. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് ലെയർ നിങ്ങൾ നോക്കിയാൽ, ഈ സെക്കൻഡ് ലെയറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത്? ഈ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള 9 എണ്ണം വരും ഇല്ലേ? സെക്കൻഡ് ലെയറിൽ ഈ 9 എണ്ണം അല്ലേ? ഇതാ ഇവിടെ തുടങ്ങും അല്ലേ? അതേപോലെ ഇവിടെ ഇതിലൂടെ എങ്ങനെ വരും? ഇതിലൂടെ വരും. ആ 9 എണ്ണം വരുന്നുണ്ട്. സെക്കൻഡ് ലെയറിൽ 9 വരുന്നുണ്ട്. പ്ലസ് ഈ ഒരു ലെയർ സെക്കൻഡ് അല്ല, നിങ്ങൾ നോക്കിയേ, 9 7 എത്രയാണ്? 9 7 16 വരിക. സോ ഒരു പ്രശ്നമില്ല. 4 3 7 9 7 16 വരിക. ഇനി ഫസ്റ്റ് ലെയറിൽ എത്ര മാത്രമേ ഉള്ളൂ? ഫസ്റ്റ് ലെയറിൽ 9 മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ 9 16 കൂട്ടി നോക്കി, 25 25 42 67 67 20 87 2 89. ഇനി ഞാൻ നേരത്തെ ഫിഫ്ത്ത് ലെയർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ പ്രാവശ്യം ഫിഫ്ത്ത് ലെയർ പറഞ്ഞിട്ടുള്ളത് ഹാനി. അപ്പോൾ ഹാനിക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇത് ക്ലിയർ ആണോ? അല്ലെ ഡൗട്ട് ഉണ്ട്? ആ ഓക്കെ, സെറ്റ് എന്ന് പറയുന്നത് അടിപൊളി, സമാധാനം. അപ്പോൾ അതാണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഇമാജിനേഷനാണ് വേണ്ടത്.
അപ്പോൾ അതുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, സംഭവം സെറ്റാണ്. അപ്പോൾ ടോട്ടൽ 87 വരെ, 89 വരെ. നേരത്തെ ഇവിടെ അനു ആണെന്ന് തോന്നുന്നു 90 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏതോ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ തെറ്റും. അപ്പം അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് കാര്യം പിടികിട്ടിയാൽ മതി. ഇനിയാണ് നമ്മുടെ കളി തുടങ്ങുന്നത്. ഇനിയാണ് നമ്മൾ യഥാർത്ഥ പ്രോബ്ലത്തിൽ കാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുന്നത് ഇനിയാണ്. അപ്പോൾ ഇവിടെ എ 3 സെൻറ്റിമീറ്റർ ക്യൂബ് ഹാസ് ബീൻ പെയിൻറ്റഡ് റെഡ് ഓൺ ഓൾ ഇറ്റ് സൈഡ്. ഇവിടെ 3 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് വരിക. ഇതാണ് 3 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ ഇതാണ് 3 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇവിടെ ജസ്റ്റ് എന്താ പറയുക, ഇങ്ങനെ ഒന്ന് വരും, ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വരും, അതേപോലെ തന്നെ താഴോട്ട് വരും, അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ വരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് നേരെ താഴോട്ട് വരും. വരച്ച കുറച്ച് വളഞ്ഞു പോയി, കാര്യമാക്കേണ്ടതാ. ഇവിടെ ഇങ്ങനെ വരും, ഇവിടെ ഇങ്ങനെ വരും. ഇതാണ് ഒരു 3 സെൻറ്റിമീറ്റർ ക്യൂബ്. ഈ 3 സെൻറ്റിമീറ്റർ ക്യൂബിനെ പറ്റിയുള്ള ചോദ്യമാണ് ഇവിടെ ചോദിച്ചത്. ഈ ഇതിൽ പറഞ്ഞെന്താ നോക്കിയേ, 3 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അതിൽ ക്ലിയർ ആവുന്നില്ലല്ലേ, വരച്ചിട്ട് കുഴപ്പമില്ല. സോ കൺട്രോൾ ഇ. ഓക്കെ, അപ്പോൾ എന്താ മായാത്ത്. ഓക്കെ, അപ്പോൾ 3 സെൻറ്റിമീറ്റർ ക്യൂബാണുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ ഫുള്ള് എല്ലാ സൈഡിലും റെഡ് കൊണ്ട് പെയിൻറ് ചെയ്യണം. എല്ലാ സൈഡിലും റെഡ് കൊണ്ട് പെയിൻറ് ചെയ്യണം. അങ്ങനെ പെയിൻറ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് കട്ട് ഇൻ ടു 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് 3ആണ്. ഈ 3 എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ 1 ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യാണ്. ഇത് എങ്ങോട്ടാണ് കട്ട് ചെയ്യണത്, മുകളിലോട്ടും താഴോട്ടും സൈഡിലോട്ടും ബാക്കിലോട്ടും എല്ലാ ഡയറക്ഷനിലും എത്ര വരിക, 1 സെൻറ്റിമീറ്റർ ആണ് വരിക. എന്നാൽ മാത്രമേ എന്താ ഉള്ളൂ, ഒരേ ക്യൂബായിട്ട് മാറുള്ളൂ. എന്നിട്ട് ചോദിക്കുക, എത്ര ക്യൂബിനാണ് ഒരൊറ്റ സൈഡ് റെഡ് പെയിൻറ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഒറ്റ സൈഡ്. ഞാനിവിടെ കുറച്ചെണ്ണം ഷെയ്ഡ് ചെയ്യാം, നിങ്ങൾ നോക്കിക്കോളിയതാ. ഇവിടെ ഈ ഒരു ക്യൂബ് നിങ്ങൾ നോക്കുക, ഇതിന് എത്ര സൈഡ് ഉണ്ടേ, 2 സൈഡ് ഉണ്ട്. ഇതൊക്കെ ഒരു കണ്ടിന്യൂസ് ക്യൂബാണ്, 2 സൈഡ് ഉണ്ട്. എടാ ഈ ക്യൂബിന് എത്ര സൈഡ് ഉണ്ട്, ഇതാ നോക്കിക്കോളിയേ, 3 സൈഡ് ഉണ്ട്. ഇതാ 1 2 3. ഇനി ഈ ക്യൂബിന് എത്ര ഉണ്ട്, ഇത് ഈ 2 ഫേസ് ഉണ്ട്. ഈ ക്യൂബിന് എത്ര ഉണ്ട്, ജസ്റ്റ് ഒരൊറ്റ ഒന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആദ്യത്തത്. എടാ ഇതിന് എത്ര സൈഡ് ഉണ്ട്, ഒരു സൈഡേ ഉള്ളൂ. ഇതിന് എത്ര സൈഡ് ഉണ്ട്, ഒന്നേ ഉള്ളൂ. ഇതാണ് നിങ്ങളോട് ചോദിച്ചത്. എത്രയാണ് ആൻസർ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. ആഹാ, പവിത്ര പറയുന്നത് 6 ആണെന്ന്. ബാക്കിയുള്ളവർക്ക് എന്താ പറയാനുള്ളത്, ബാക്കിയുള്ളവരെന്താ പറയുന്നത്? ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. അതായത് ഒരു 3 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ഒരു ക്യൂബാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3ആണ്, അതേപോലെ താഴോട്ടും 3ആണ്, അതേപോലെ മോളോട്ട് ഐ മീൻ ലെഫ്റ്റും അതേപോലെ തന്നെ എന്താ പറയുക ടോപ്പ് മാത്രമല്ല. ഒരു ക്യൂബ് എന്ന് പറയുമ്പോൾ 3D ഷേപ്പ്. അപ്പോൾ ബാക്കിലോട്ട് എത്ര ഉണ്ടാവും, 3 ഉണ്ടാവും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കട്ട് ചെയ്യാണ്. എങ്ങനെ കട്ട് ചെയ്യണത്, ഇതിനെ കട്ട് ചെയ്ത ഇപ്പോൾ ഉള്ളത് ഒരു വലിയ ക്യൂബാ. ഓരോ സൈഡിലും 3 അല്ല, ഇങ്ങനെ 3, അതേപോലെ ടോപ്പിലേക്ക് 3, അതേപോലെ ബാക്കിലോട്ട് 3, എല്ലാ സൈഡിലോട്ടും 3. ഇതിന് നമ്മൾ എന്താ ചെയ്യണത്, എ 3 സെൻറ്റിമീറ്റർ ക്യൂബ് ഹാസ് ബിൻ പെയിൻറ്റഡ് റെഡ് ഓൺ ഓൾ ഇറ്റ് സൈഡ്സ്. ഇറ്റ് ഈസ് കട്ട് ഇൻ ടു 1 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇതിന്ന് നമ്മൾ കിട്ടുന്ന, അല്ലെ നമ്മൾ കട്ട് ചെയ്താൽ കിട്ടുന്ന മുഴുവൻ ക്യൂബാ. ആ ക്യൂബിൻ്റെ ഓരോ ക്യൂബിൻ്റെയും ഡയമെൻഷൻ എന്താ, എടാ ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നീളവും വീതിയും ഉയരവും എല്ലാം സെയിമാ വരിക. അല്ലെ ക്യൂബ് എന്നല്ല, ക്യൂബോയിഡ് എന്നാ പറയാ. നിങ്ങളെ മൊബൈലൊക്കെ ക്യൂബോയിഡാ, നിങ്ങളെ ബുക്സൊക്കെ ക്യൂബോയിഡാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതേപോലെ ലാപ്ടോപ്പ് ക്യൂബോയിഡാ. ക്യൂബ് എന്ന് പറഞ്ഞാൽ റുബിക്സ് ക്യൂബ് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന എല്ലാ സൈഡും 3ആണ്. എന്നിട്ട് എന്താ ചെയ്യണേ, ഇറ്റ് ഈസ് കട്ട് ഇൻ ടു 1 സെൻറ്റിമീറ്റർ ക്യൂബ്. അതെങ്ങനെ ചെയ്യാൻ പറ്റുക, ഈ 3 എന്നുള്ളത് നിങ്ങൾ എന്താക്കണോ, 3 എന്നുള്ളത് നിങ്ങൾ കട്ട് ചെയ്ത് എല്ലാ ഡയറക്ഷനിലും 3 കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണോ, 1 വീതാക്കണം. കണ്ടോ, ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കിയേ, 1 2 3 4 5 6 7 8 9 ക്യൂബിന്റെ ഫേസസ്, അല്ലെ ചെറിയ 9 ക്യൂബ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ 9 ക്യൂബ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതിന്റെ തൊട്ട് പുറകിലുള്ള ലെയറിൽ 9 കാണാൻ പറ്റും. ഇത് രണ്ടാമത്തെ ലെയറാ.
ലാസ്റ്റ് ലെയറിൽ നിങ്ങൾക്ക് എത്ര എണ്ണം കാണാൻ പറ്റും? 9 കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 27 ചെറിയ ക്യൂബാണ് നിങ്ങൾക്ക് കിട്ടുക. സ്മോൾ ക്യൂബാണ് കിട്ടുക. ഇത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതാ. എന്താ പറഞ്ഞത്? ഒരു ക്യൂബ് നമ്മളിങ്ങനെ ഫോം ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾക്ക് ഉണ്ടാവുക ഒന്നുകിൽ ഒരു ക്യൂബ്, അതല്ലെങ്കിൽ 8 ക്യൂബ്, അതല്ലേ 27 ക്യൂബ്, അതല്ലേ 64, അതല്ലേ 125. അങ്ങനെ ഞാൻ നിങ്ങളോട് 1000ന്റെ ചോദ്യം വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? അപ്പം അതേപോലെ 27 സ്മോളർ ക്യൂബാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, എന്നിട്ട് ചോദിക്കുക, ഈ 27 എണ്ണല്ലേ ഉള്ളത്, അതിൽ എത്ര എണ്ണത്തിലാണ് ഒരൊറ്റ സൈഡ് മാത്രം പെയിന്റ് അടിച്ചിട്ടുണ്ടാവുക? എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ഒരു സൈഡ് അല്ല പെയിന്റ് അടിച്ചിട്ടുണ്ടാവുക. കാരണം എന്താ? ഇവിടെ കോർണറിലുള്ളതാ. അപ്പം 3 സൈഡും പെയിന്റഡ് ആയിട്ടുണ്ടാവുക. ഇതൊക്കെ പെയിന്റഡാ, 3 സർഫസും. പക്ഷെ ഇവിടെയോ 2 എണ്ണേ പെയിന്റഡ് ആവും. എന്താ കാരണം? ഇതാ, ഇവിടെ പെയിന്റ് വരും, ഇവിടെ പെയിന്റ് വരും. ഇതിൻ്റെ ഉള്ളിൽ പെയിന്റ് വരുമോ? ഇല്ല അല്ലേ? ഇനി ഇവിടെ 3 എണ്ണം പെയിന്റ് വരും. പക്ഷേ ഇവിടെ ഒറ്റൊന്നേ വിസിബിൾ ആയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഒന്നേ പെയിന്റ് ആവുള്ളൂ. അതേപോലെ ഈ ഒരു ബേസിക്കലി ഈ ടോപ്പിലുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ നടുവിൽ വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരൊറ്റൊന്നേ പെയിന്റഡ് വരുള്ളൂ. അതേപോലെ ഈ റൈറ്റിലും ഒരൊറ്റൊന്നേ വരുള്ളൂ. അപ്പോൾ പവിത്ര പറയുന്നത് 6 ആണെന്നാണ്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ അതേഴ്സ് റിപ്ലൈ. സോ ലെറ്റ് മീ സീ ഇഫ് യു ക്യാൻ ഗിവ് എ കറക്റ്റ് ആൻസർ. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് എവിടെയാണ് ഒരു ക്യൂബ് പെയിന്റഡ് അല്ലെ ഒരു ഫേസ് പെയിന്റഡ് ആയിട്ട് കാണുന്നത് എന്ന് നോക്കുക. എവിടെയാണ് കാണുന്നത്? ഇവിടെ അത് നിങ്ങൾക്ക് ഒന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് മറ്റൊന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് മൂന്നാമത്തെ കാണാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ കൗണ്ട് ചെയ്യുക. അപ്പോൾ എന്താ ആൻസർ വരിക? 4 ആണോ അല്ലെങ്കിൽ 6 ആണോ അല്ലെ 9 ഉണ്ടാവുമോ എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ ഓൾറെഡി പവിത്ര പറഞ്ഞത് 6 എന്നാണ്. ബാക്കിയുള്ളവർ എന്ത് പറയും എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. സോ ഒരാൾ ഒരു കമൻറ്റ് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് അടിപൊളി. നയനും പറയുന്നത് 6, അടിപൊളി, ഇത് മതി നമുക്ക്. 2 പേര് 6 എന്ന് ആൻസർ ചെയ്തിട്ടുണ്ട്. അതാണ് കറക്റ്റ് ആൻസർ. 3 പേര്, അടിപൊളി. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ബേസിക്സിലേക്ക് കടക്കുകയാണ്. ഇപ്പം നേരത്തെ ഡൗട്ട് ചോദിച്ചല്ലോ, ഇത് എങ്ങനെയാണ് വന്നത്, ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞല്ലോ. ഇത് എന്ത് ചോദ്യം ചോദിച്ചാലും ചെയ്യാനുള്ള ട്രിക്ക് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. എന്ത് ചോദ്യം ക്യൂബ് ചോദിച്ചാലും കിട്ടണം. കാരണം ഈ ഒരു ക്യാറ്റിൻ്റെ എക്സാമിനൊക്കെ ഈ ക്യൂബിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വളരെ വലിയ ക്യൂബൊക്കെ വെച്ച് ചോദിക്കാറുണ്ട്. വളരെ വലിയ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം വെറും 27 ക്യൂബിൻ്റെ കാര്യമാണ് ചോദിച്ചത്. ഈ ക്യാറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ എന്താ പറയുക, 512 ക്യൂബൊക്കെ ഉണ്ട്. 512 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സൈഡിൽ 8, അത്രയും വലിയ ക്യൂബൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ബേസിക്സ് പഠിച്ചേ പറ്റുള്ളൂ. സോ ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇൻട്രൊഡക്ഷൻ ഒന്നുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ബേസിക്സ് ക്ലിയർ ആവുള്ളൂ എന്ന് ഞാൻ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പും ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇൻട്രൊഡക്ഷൻ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ നമ്മൾ മൊത്തത്തിൽ ആദ്യം തന്നെ ഈ ക്യൂബിനെ നമ്മളിങ്ങനെ പെയിന്റിലിട്ട് വെക്കുക. ഫുള്ള് ആദ്യം നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ, അതിൽ നമ്മൾ പറഞ്ഞ പോലെ ഫുള്ള് നമ്മൾ പെയിന്റിലിട്ട് വെക്കുക. പെയിന്റിലിട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഓരോ സൈഡ് 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ 4 സെൻറ്റിമീറ്റർ നീളവും വീതിയും അതേപോലെ തന്നെ തിക്നെസ്സും ഉള്ള ഒരു ക്യൂബാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാണ്? അത് നമ്മൾ 1 1 1 1 കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്യുക. എല്ലാ ഡയറക്ഷനും കട്ട് ചെയ്യണം. നിങ്ങൾ ഈ തോരനൊക്കെ കട്ട് ചെയ്യണ പോലെ തലങ്ങും വിലങ്ങും കട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ എത്ര ക്യൂബിലാണ് എല്ലാ ഫേസസും പെയിന്റഡ് ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ 3 ഫേസസ് പെയിന്റഡ് ആയിട്ടുണ്ടാവുക, 2 എണ്ണം എത്ര, 1 എത്ര, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് നമ്മൾ ആദ്യം തന്നെ റെഡ് കളറിൽ ഫുള്ള് പെയിൻറ്റഡാണ്. ഞാനിവിടെ ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ മൊത്തം പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കും, എത്ര എണ്ണത്തിലാണ് 3 പെയിൻ്റ് ഉണ്ടാവുക, എത്ര എണ്ണത്തിലാണ് 2 പെയിൻ്റ് ഉണ്ടാവുക? ഞാൻ നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഇതിൻ്റെ ആൻസർ പറയാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, നോക്കിക്കോളേ. ഇവിടെ നമ്മൾ പെയിൻറ്റ് ചെയ്യുകയാണ്. അതായത് ഇതൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്യുക, മൊത്തം പെയിൻറ്റാണ്, മൊത്തം ഗ്രീൻ കളറിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര എണ്ണത്തിലാണ് 3 കളർ പെയിൻ്റ് ആവണത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒരു വരെയെങ്കിലും നമ്മൾ ഇതിൻ്റെ മുകളിലൊക്കെ വരയ്ക്കണം, എന്നാൽ നമുക്ക് പെയിൻറ്റഡ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഫുള്ള് പെയിൻറ്റഡ് ആണ്, ആദ്യമേ പെയിൻറ്റഡ്. നമ്മൾക്ക് ടൈമിൻ്റെ ഒരു എന്താ പറയുക ദൗർലഭ്യം, അല്ലെ ടൈമിൻ്റെ ഒരു അവൈലബിലിറ്റി കുറവായതുകൊണ്ട് നമുക്ക് എന്താ പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, എന്താ കാണാൻ പറ്റുക? ഇവിടെ 3 എണ്ണം പെയിൻറ്റഡ് ആയിട്ടുള്ള
അല്ലെങ്കിൽ 3 ഫേസും പെയിന്റഡ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എവിടെ ഉള്ളതാണ് 3 ഫേസും പെയിന്റ് ഉള്ളത്? ഇവിടെ 3 ഫേസ് പെയിന്റഡാ. 1 2 3. ഇവിടെ 1 2 ഇതിൻ്റെ ബാക്കിലുണ്ട് 3 3 ഫേസ് പെയിന്റഡാ. ഇവിടെ 1 2 താഴെ 3 പെയിന്റഡാ. അതേപോലെ ഇവിടെ 1 2 ഇതിൻ്റെ ബാക്കിലും പെയിന്റ് ചെയ്യൂലേ 3. ഇവിടെ എന്താ പറയുക 1 ബാക്കിൽ 2 ഇവിടെ 3. ഇതൊക്കെ 3 ഫേസാ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓൾവേസ് 100% ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് 3 ഫേസസ് പെയിന്റഡ്. 3 ഫേസസ് പെയിന്റഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ആൻസർ ഇതായിരിക്കണം. എന്ത്? 8ആണ് എപ്പോഴും വരും. ഈ ചോദ്യത്തിൽ 8ആണ്. കാരണം എന്താ? നിങ്ങൾക്ക് ഇവിടെ എത്ര കോർണേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്? ഇവിടെ 1 2 3 4 5 6 7 കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കോർണർ ഉണ്ടല്ലോ, എടോ അവിടെ 3 പെയിന്റഡാ. ദാറ്റ് മീൻസ് 8ആണ് 3 ഫേസും പെയിന്റഡ് ആയിട്ട് കിട്ടുക. ഒന്നാമത്തെ ഇൻഫർമേഷനാണ്. എന്ത് ചോദ്യം ഇതിപ്പോൾ എത്ര വലുത് ചോദിച്ചാലും പ്രശ്നമല്ല കേട്ടോ. 1000 എണ്ണം ഉണ്ടായിക്കോട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞു 10 ക്യൂബ് 1000 ആണെന്ന് പറഞ്ഞു, കുഴപ്പമില്ല. 3 ഫേസസ് പെയിന്റഡ് 8 വരുള്ളൂ. അപ്പം അതാണ് ആദ്യത്തെ ഇൻഫർമേഷൻ. ഇനി രണ്ടാമത്തെ ഇൻഫർമേഷൻ. അപ്പോൾ 100% 3 ഫേസസ് പെയിന്റഡ് എന്ന് പറഞ്ഞാൽ 8 മാത്രമേ വരുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 2 ഫേസസ് പെയിന്റഡ്. 2 ഫേസസ് പെയിന്റഡ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലുള്ള എഡ്ജും കോർണറും സർഫസും ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ 2 ഫേസ് പെയിന്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നോക്കിയതാ, ഇത് 2 ഫേസസാ. ഇവിടെ 2 ഫേസസാ. ഇവിടെ അടിയിലും ഉണ്ടാവും 2 ഫേസസാ. ഇവിടെ 2 ഫേസസാ. ബാക്കിൽ 2. ഇവിടെ 2. ഇവിടെ 2 ഫേസസ് പെയിന്റഡാ. ഇവിടെ 2 ഫേസസ് പെയിന്റഡാ. എടാ ഇത് എവിടെയാണ് ആക്ച്വലി 2 ഫേസസ് പെയിന്റഡ് എന്ന് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ? സോ ടോട്ടൽ 2 ഫേസ് പെയിന്റഡ് എത്ര എണ്ണം ഉണ്ടാവും? ഇതിപ്പോൾ ഒരു ചോദ്യമാണ്, നിങ്ങൾ എടുത്തോളി. ചോദ്യമാണ്, നിങ്ങൾ എടുക്കുക. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, മൊത്തത്തിൽ 2 ഫേസ് പെയിന്റഡ് എത്ര എണ്ണം ഉണ്ടാവും? നമുക്കിവിടെ എണ്ണാണല്ലോ എഴുതേണ്ടത്. ആദ്യം നമ്മൾ 8 എഴുതി. ഇവിടെ 2 ഫേസ് പെയിന്റഡ് എത്ര എണ്ണം ഉണ്ടാവുക? ഇവിടെ ഉണ്ടാവുകയെ, ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ വിട്ടതാണ്. ഇവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾ കാണാത്ത സ്ഥലങ്ങളുണ്ടോ? അവിടെ ഉണ്ടാവും. സോ 2 ഫേസ് പെയിന്റഡ് എത്ര എണ്ണം ഉണ്ടാവും? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കിയേ. നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, അല്ലെ വോയിസ് പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. സോ ഞാൻ നിങ്ങളുടെ കമൻറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കമൻറ്റ്, അതാ കമൻറ്റ്. ഓക്കെ, സോ ഐ എം വെയിറ്റിംഗ് ഫോർ യു കമൻറ്റ്. സോ യാ, ഷാൻവിൽ പറയുന്നത് 12 എണ്ണമാണ് മൊത്തത്തിൽ എന്തുണ്ടാവുക, 2 ഫേസ് പെയിന്റഡ് ഉണ്ടാവുക എന്നാണ് ഷാൻവിൽ പറയുന്നത്. നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം അല്ലേ. ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 ഇപ്പൊ തന്നെ 18 ആലടെ. എടാ അത് നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഈ നമ്മളിപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കോർണർ ബേസ് ചെയ്തല്ലേ പറഞ്ഞത്. അതേപോലെ ഇനി സർഫസുമായിട്ടോ എഡ്ജസുമായിട്ടോ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് എന്തോ ബന്ധമുണ്ടോ നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾ ചിന്തിക്കുന്നാലേ കിട്ടുള്ളൂ. കമോൺ, ജസ്റ്റ് തിങ്ക്. വേർ ആർ ദ 2 ഫേസസ് പെയിന്റഡ്, അല്ലെങ്കിൽ വേർ ഈസ് ദ ക്യൂബ് ഇൻ വിച്ച് ദ 2 ഫേസസ് ആർ പെയിന്റഡ്? അത് എവിടെയുള്ളത്? ഈ മൊത്തത്തിലുള്ള വലിയ ക്യൂബിൻ്റെ എവിടെയാണ് 2 ഫേസ് പെയിന്റഡ് ആയിട്ടുള്ളത്? ഇനി ഒറ്റ ഫേസ് പെയിന്റഡ് ചോദിച്ചാൽ ഇതാ വരിക. ഇതൊക്കെ ഒരു ഫേസാ, ഇതൊക്കെ ഒരു ഫേസാ. ഒറ്റ ഫേസ് പെയിന്റഡ് ഇവിടെ 4 എണ്ണം ഇവിടെ തന്നെ കാണുന്നുണ്ട് അല്ലേ? 4 എണ്ണം ഇവിടെ ഒറ്റ ഫേസ് പെയിന്റഡ് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ പറയൂ, ഇവിടെ 2 ഫേസ് പെയിന്റഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ക്യൂബ് ഉണ്ടാവും? 12 എന്നാണ് ഷാൻവിൽ പറഞ്ഞത്. അത് തെറ്റാണെന്ന് നമ്മൾ കണ്ടു. കാരണം എന്താണ്? നമ്മളിവിടെ കൗണ്ട് ചെയ്തപ്പോൾ തന്നെ 18 വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതാണ് ബേസിക്കലി എന്ത്? അടിപൊളി. ഷാൻവിൽ എന്നെ കറക്റ്റ് ആൻസർ പറഞ്ഞു. ഷാൻവിൽ ഉദ്ദേശിച്ചിരുന്നത് എന്താണെന്നറിയോ? അതായത് 12 × 2 എന്നാണ് ഉദ്ദേശിച്ചത്. കാരണം 12 എഡ്ജ് എന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എടാ 12 എഡ്ജിൽ ഓരോ എഡ്ജിലും 2 എണ്ണം അല്ലേ ഉണ്ടാവുക? ഓരോ എഡ്ജിൽ നിങ്ങൾ നോക്കിയേ, ഈ എഡ്ജിൽ 2 എണ്ണം അല്ലേ ഉള്ളത്? ഈ എഡ്ജിൽ 2 എണ്ണം അല്ലേ ഉള്ളത്?
എല്ലാ എഡ്ജിൽ ഏതെങ്കിലും എഡ്ജിൽ രണ്ടെണ്ണം ഇല്ലാത്തതുണ്ടോ? അല്ലെങ്കിൽ നമ്മളിപ്പോൾ എടുത്തതിലുള്ള ഏതെങ്കിലും എഡ്ജിലുള്ള കോമൺ വന്നിട്ടുണ്ടോ? ഈ എടുത്തിട്ടുള്ള രണ്ടെണ്ണവും ഈ എടുത്തിട്ടുള്ള രണ്ടെണ്ണവും തമ്മിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റും. എന്താ ഉറപ്പിക്കാൻ പറ്റുക? നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 2 ആണ്. അതെന്താ? 24 ആണ്. ഈ രീതിയിൽ തന്നെ ചോദിക്കാറുണ്ട് എക്സാമിന്. ഇനി ഒരു ഒറ്റ കാര്യം കൂടിയല്ല, രണ്ട് കാര്യം കൂടിയാണ് പറയാനുള്ളത്. ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് പെയിന്റഡ് എത്ര എണ്ണം ഉണ്ടാവും? ഇത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക? ഇപ്പം നമ്മൾ എഡ്ജ് വെച്ചിട്ടാണ് ചെയ്തത്. എടാ, ഒരു ഫേസ് അപ്പം എന്ത് വെച്ചിട്ടായിരിക്കും ചെയ്യേണ്ടി വരിക? ഇവിടെ നിങ്ങൾ കണ്ടോ, ഈ ഫേസിൽ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഈ ഫേസിൽ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഇവിടെയോ 1 2 3 4 4 ഉണ്ട്. എടാ, അപ്പൊ ടോട്ടൽ എത്ര വരിക? 6 4. അടിപൊളി. ഷാൻവിൽ എന്നെ കമന്റ് ചെയ്തു ഇതുവരെ 24 ആണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു ഒറ്റ കാര്യം കൂടിയാണ് ചോദിക്കാനുള്ളത്. സീറോ ഫേസ് പെയിന്റഡും കൂടി വേണം. അതെങ്ങനെ സീറോ ഫേസ് പെയിന്റഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ, എടാ, നമ്മളൊരു ക്യൂബ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പെയിന്റ് അടിക്കും. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഫുള്ള് പെയിന്റിലിട്ട് വെച്ചിട്ട് ഉണങ്ങിയിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ക്യൂബിൽ പെയിന്റ് ആവുമോ? നിങ്ങൾ എന്നെ പറയും. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ക്യൂബിൽ എങ്ങനെ പെയിന്റ് ആവുക? ഈ ഒരു ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുറിഞ്ഞ് കിടക്കുന്ന ക്യൂബ് അല്ല. ഒരു എന്താ പറയുക, ഫുള്ള് സോളിഡിലുള്ള ക്യൂബാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ഒരിക്കലും അതിൻ്റെ ഉള്ളിലേക്കൊന്നും എന്തിറങ്ങില്ല, ഇതിൻ്റെ നമ്മുടെ പെയിന്റ് ഇറങ്ങില്ല. എന്ന് സീറോ ഫേസ് പെയിന്റ് എന്ന് പറഞ്ഞാൽ എത്ര ക്യൂബ് ഉണ്ടാവും? 4 എന്നാണ് ഇവിടെ കമന്റ് തന്നിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് ആൻസർ. ബട്ട് ഐ എം വണ്ടറിങ് ഹൗ പവിത്ര ഗോട്ട് ദ ആൻസർ. നമ്മൾ ഷോർട്ട് കട്ട് ഉണ്ട്, ബട്ട് പവിത്രക്ക് എങ്ങനെ 4 കിട്ടിയെന്നൊന്ന് പറയാൻ പറ്റുമോ? വോയിസ് പറയാൻ പറ്റുമോ? കറക്റ്റ് ആൻസറാ പറഞ്ഞത്. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര ഉണ്ട്? 64. ഈ 64 എന്ത് ചെയ്യണോ? 3 ഫേസ് പെയിന്റഡ് 8, പിന്നെ 2 ഫേസ് പെയിന്റഡ് 24, ഒരു ഫേസ് പെയിന്റഡ് 24. ഇത് കുറച്ചാൽ മതി. 48 8 എത്രയുടെ 56. 64 അപ്പം പവിത്ര പറഞ്ഞ തെറ്റാണ്. ഓക്കെ 4 എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് 24 24 48 8 56. 64 56 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടിയ 8ആണ്. പക്ഷെ ഇത് കാണാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് ഉണ്ട്, അത് ഞാനിവിടെ പറയാം. ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഓരോന്നിനും ഷോർട്ട് കട്ട് ഉണ്ട്. ഇത് 8ആണ് വരിക എന്നുള്ള ഓരോന്നിനും ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് ഞാനിവിടെ അടുത്ത പേജ് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു പേജ് ബ്ലാങ്ക് ആയിട്ട് ഞാൻ ഇൻറ്റൻഷനലി ഇട്ടതാണ്. ഇവിടെ ബേസിക്സ് പറയാൻ വേണ്ടി ബ്ലാങ്ക് ആയിട്ട് ഇവിടെ ഇട്ടതാണ്. അപ്പോൾ അത് ഇവിടെ നമുക്ക് എഴുതാമല്ലോ അല്ലേ? എന്താ മൂവ് ചെയ്യാത്തത്? എനിവേ നമുക്കത് ഇവിടെ എഴുതാൻ പറ്റും. സോ നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 3 ഫേസസ് പെയിന്റഡ്. ഈ ഇക്വേഷനുകൾ എഴുതിക്കോളി. കാറ്റിന് പ്രത്യേകം വേണ്ടി ഇക്വേഷനാണിത്. 3 ഫേസസ് പെയിന്റഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 8 വരിക. ഏത് ചോദ്യമായാലും കുഴപ്പമില്ല. 2 ഫേസസ് പെയിന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഷോർട്ട് കട്ടാണ് ഇനി പറയാൻ പോണത്. എന്താണെന്നറിയോ? ഇവിടെ ഞാൻ നമ്മുടെ ഇപ്പം ചെയ്യണ കറണ്ട് പ്രോബ്ലം ഈ ഇക്വേഷൻ വെച്ച് ചെയ്ത് കാണിക്കും കേട്ടോ. 2 ഫേസസ് പെയിന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 12 ഇൻറ്റു എന്താ വരിക? 12 ഇൻറ്റു n മൈനസ് 2. എന്താണ് n? n എന്ന് പറഞ്ഞാൽ 1 എഡ്ജിലുള്ള ക്യൂബിൻ്റെ എണ്ണമാണ്. 1 എഡ്ജിലുള്ള ക്യൂബിൻ്റെ എണ്ണമാണ്. അതല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ, ഏതാ കഴിഞ്ഞ പ്രോബ്ലം? എടാ, നമ്മൾ 64 എണ്ണം പറഞ്ഞില്ലേ? 64. ഇതിൽ ഈ 64 എങ്ങനെ ഇവിടെ കിട്ടണത്? അല്ലെ, 64 ക്യൂബ് എങ്ങനെ കിട്ടിയത്? അത് 4 ക്യൂബ് ചെയ്തിട്ടാണ് നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 64 കിട്ടിയത് അല്ലേ? 4 4 4 അല്ലേ? 4 4 16 4 64. അപ്പം ഇവിടെ n എന്ന് പറഞ്ഞാൽ 4ആണ് വരിക. അതല്ല, നിങ്ങൾ എങ്ങനെ n കാണുക? ഇവിടെ ഏതെങ്കിലും ഒരു എഡ്ജിൽ നോക്കിയാൽ മതി. ഇവിടെ ഒരു എഡ്ജിൽ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം അല്ലേ? അപ്പം അതാണ് നമ്മൾ ഇവിടെ ഇപ്പം എഴുതിയിരിക്കുന്നത്. എന്ത്? ഇവിടെ ഒരെഡ്ജിലുള്ള എണ്ണമാണ് n. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 64 ഈക്വൽ ടു 4 ക്യൂബ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും n ഈക്വൽ ടു 4 ആണ്. സോ ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്.
പോട്ടെ. ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോണ 2 ഫേസസ് പെയിന്റഡ് 12 ഇൻറ്റു n-2 എന്ന് പറഞ്ഞു. അത് നമ്മുടെ കറണ്ട് പ്രോബ്ലത്തിൽ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലത്തിൽ എന്താ വരിക എന്നറിയോ? 12 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ 4 4 - 2. അത് നമുക്ക് കിട്ടിയതും 24 ഇപ്പം കിട്ടിയത് 24. ഇനി ഈ മെത്തേഡ് വെച്ചിട്ട് നേരത്തെ നിങ്ങൾ പറഞ്ഞ 0 ഫേസ് പെയിന്റഡും കൂടി നമ്മൾ കണ്ടുപിടിക്കേ. 1 ഫേസ് പെയിന്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എഡ്ജ്, ഇത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എഡ്ജാണ്, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഇതെന്ന് പറഞ്ഞാൽ എന്താ? കോർണർ ആണ് 8 എന്ന് പറയുന്നത്, കോർണർ ഇൻറ്റു 1. ഓക്കെ, അപ്പോൾ ഇവിടെ 6 ഫേസ് ഇൻറ്റു ഇനി എന്താ വരിക എന്നറിയോ? ഓരോ ഫേസിലും n-2ൻ്റെ സ്ക്വയർ എടുക്കണം. അതെങ്ങനെ സ്ക്വയർ എടുക്കുക? നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം എങ്ങനെയാണ്. 6 ഇൻറ്റു 4 - 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ 4. നേരത്തെ നമുക്ക് കിട്ടിയത് 24 ആയിരുന്നു അല്ലേ? 6 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 24. നേരത്തെ നമുക്ക് 24. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. കണ്ടോ? നേരത്തെ 24 അല്ലേ? 1 ഫേസ് 24. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? 8 ക്യൂബാണുള്ളതെന്ന് വിചാരിക്കുക, 512 വിചാരിക്കുക. എന്നിന് പകരം 8 ഇട്ട് കൊടുത്താൽ നിങ്ങൾ ഒരു കാര്യങ്ങൾ മൈൻഡ് കാണുക, നിങ്ങൾക്ക് നേരെ ആൻസർ കിട്ടും. ഒറ്റ കാര്യങ്ങൾ മൈൻഡ് കാണണ്ട, നേരെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത ആൻസർ കിട്ടും. ഇനി ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ 0 ഫേസസ് പെയിന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ജസ്റ്റ് n-2 ദ ഹോൾ ക്യൂബ്. ഇവിടെ അങ്ങ് നോക്കിയാൽ അറിയാം, പവർ 1 ഇവിടെ പവർ 2 ഇവിടെ പവർ 3. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് n-2 പവർ 0 എന്ന് പറയാം. പക്ഷെ ഇത് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താ? 0 1 2 3 എന്നാണ് ഇവിടെ പവർ വരിക. സോ ബേസിക്കലി നമ്മൾ 0 ഫേസസ് പെയിന്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 4 - 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ക്യൂബ്. എന്താണ് 2 ക്യൂബ്? 8. ഈ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയോ? ഇവിടെയുള്ള ഈ 4 നമ്പേഴ്സ് കൂട്ടി നോക്കിയേ. 8 ഉം 8 16 24 40 24 64 ക്യൂബ് എന്ന് കിട്ടും. ഒരിക്കലും നിങ്ങൾക്ക് തെറ്റൂല, ഒരിക്കലും തെറ്റൂല. അപ്പം ഇത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് അത്രയും അത്യാവശ്യമാണ്. കാരണം ഇതാണ് നമ്മൾ കാറ്റിൽ വലിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ, ഇത് പ്രാക്ടീസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ട് അറിയാത്തവർ എത്ര തലകുത്തി നിന്നാലും അത് ആ ടൈമിൽ ചെയ്യാൻ പറ്റണം എന്നില്ല. നല്ല ടൈം എടുക്കും. ഇപ്പോൾ 1000 ക്യൂബൊക്കെ തന്നാൽ 2 ഫേസ് പെയിന്റഡൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കൗണ്ട് ചെയ്ത് മരിക്കും. കാരണം 1000 ക്യൂബ് എന്ന് പറഞ്ഞാൽ ഓരോ എഡ്ജിലും 8 എണ്ണം വരും. അങ്ങനെ 12 8 96 ആൻസർ കിട്ടണം. അതെങ്ങനെ എളുപ്പത്തിലൊന്നും കിട്ടൂല. അത് ഈ മെത്തേഡ് അറിയാമെങ്കിൽ 1000 ക്യൂബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2 ഫേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1000 ക്യൂബാണെങ്കിൽ നിങ്ങൾ 12 ഇൻറ്റു 10 n വരിക. 1000 എന്ന് പറഞ്ഞാൽ 10ൻ്റെ ക്യൂബാ. ഇതങ്ങോട്ട് ചെയ്താൽ മതി. അപ്പോൾ 12 ഇൻറ്റു 8 നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താ? 96. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂവിനനുസരിച്ച് നിങ്ങൾക്ക് ചോദ്യം പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ എത്ര ക്യൂബ് ഉണ്ട്? 64 ആണോ? n 4. 125 ആണോ? n 5. 216 ആണോ? n 6. 343 n 7. അത് ഇവിടെ നമുക്കിന്ന് ചെയ്യാനുണ്ട്. ഇനി അതേപോലെ 512 8 729 9 1010. ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട്. ഈ ഷോർട്ട് കട്ടിൽ എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഇത് എങ്ങനെ കിട്ടിയെന്ന് ഡിറൈവ് ചെയ്യണോ? ഡിറൈവ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി. എങ്ങനെ വന്നെന്ന് കറക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനാണ് ആദ്യം നമ്മൾ ഇക്വേഷൻ പറയുന്നതിൻ്റെ മുമ്പ് എന്തിനാണ് നമ്മൾ ഇത് ഡിറൈവ് ചെയ്തത്? നിങ്ങൾക്ക് കറക്റ്റ് മെത്തേഡ് മനസ്സിലാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ നേരത്തെ കറക്റ്റ് കണ്ടതാണ്. എങ്ങനെ കറക്റ്റ് കണ്ടത്? നമ്മൾ നേരത്തെ കറക്റ്റ് പറഞ്ഞു എന്ത്? ഇവിടെ എങ്ങനെയാണ് 1 ഫേസ് പെയിന്റഡ് 24 വരുന്നത്? 1 ഫേസ് പെയിന്റഡ് എന്ന് പറഞ്ഞാൽ ഓരോ ഫേസിലും 4 ഉണ്ട്. അങ്ങനെ 4 6 24. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഇപ്പം 1 ഫേസ് പെയിന്റഡ് എന്ന് പറഞ്ഞാൽ 6 സർഫസ് വെച്ചിട്ട് അത് ചെയ്യാം. 0 ഫേസ് പെയിന്റഡ് എങ്ങനെ 8 ആയത്? അതിനും കറക്റ്റ് ലോജിക്ക് പറഞ്ഞുതരാം. എന്താണെന്നറിയോ? എങ്ങനെ 0 ഫേസ് പെയിന്റഡ് 8 ആവുക എന്ന് പറഞ്ഞാൽ ഈ പുറത്തുള്ള ഒരു ലെയർ ഫുള്ള് കട്ട് ചെയ്യും, ഈ ലെയർ ഫുള്ള് റിമൂവ് ചെയ്യും. അപ്പോൾ 2 ലെയർ, ഈ ഒരു ഡയറക്ഷനിൽ 2 ലെയർ പോയി. ഇനി ഈ ഡയറക്ഷനിൽ ഇത് മൊത്തം റിമൂവ് ചെയ്യും, ഈ ബാക്കിലുള്ളത് റിമൂവ് ചെയ്യും. അപ്പോൾ ഇവിടെയും 2 പോയി. അപ്പോൾ ഇവിടെ n-2, ഇവിടെയും n-2. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യും? ഇതും കളയും, ഇതും കളയും.
അപ്പൊ ചുരുക്കി പറഞ്ഞ ഇവിടെയും n-2. എടാ അങ്ങനെയാണ് n-2 ക്യൂബ് വരുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ഷനും 2 വീതം നമ്മൾ എടുത്ത് കളയണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈ ഒരു n-2 ഹോൾ ക്യൂബ് എന്നുള്ള ആൻസർ കിട്ടുള്ളൂ. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു എവ്രി വൺ. നൗ ലെറ്റ്സ് മൂവ് നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെയാണ് നമ്മൾ ക്യാറ്റിൻ്റെ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഡെമോ ആയിരുന്നു. ക്യാറ്റിൻ്റെ ടൈപ്പ് ചെറിയൊരു ക്വസ്റ്റ്യനാണ്. അതേപോലെ എന്താ പറയുക, പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇതിൻ്റെ ആൻസർ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇത്രയും ഇക്വേഷനൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഐ ആം ഷുവർ യു വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. സോ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക. എന്താ ചോദിച്ചത്? എ ക്യൂബ് ഈസ് പെയിന്റഡ് റെഡ് ഓൺ 2 adjacent faces and black on the face opposite to that of to the red face and green on the remaining faces is cut into 64 small cube. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ കളർ അല്ല, മറിച്ച് എങ്ങനെയാണ് നോക്കിക്കോളൂ. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ക്യൂബ് ഉണ്ട്, ഇതാ ഇങ്ങനെ ഒരു ക്യൂബ് ഉണ്ട്. ആ ക്യൂബില് ഇതാ എന്താ പറഞ്ഞേ, ക്യൂബ് ഈസ് പെയിന്റഡ് റെഡ് ഓൺ 2 adjacent faces എന്ന് പറയാൻ ഇവിടെ റെഡ് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും റെഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെയോ ബ്ലാക്ക് ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു ദ റെഡ് ഫേസ്. അപ്പൊ ഇവിടെ ബ്ലാക്ക് വരണം അല്ലേ, റെഡിന്റെ ഓപ്പോസിറ്റ് അല്ലേ, ബാക്കിലും ബ്ലാക്ക് വരണം. എന്താ എടാ റെഡിന്റെ ഓപ്പോസിറ്റ് അല്ലേ ഈ ബ്ലാക്ക് വരിക. അപ്പൊ 2 adjacent ഫേസസ് വീതം റെഡ് ബ്ലാക്ക്. എന്നിട്ട് എന്ത് ചെയ്യണം, നെക്സ്റ്റ് പറയണത് ഗ്രീൻ ഓൺ ദ റിമൈനിങ് ഫേസ് എന്ന് പറഞ്ഞാൽ മുകളിലും ഗ്രീൻ ആണ് വരിക, താഴെയും ഗ്രീൻ ആണ് വരിക. ഗ്രീൻ അപ്പോ ഓപ്പോസിറ്റ് ആണ് വരിക, ശരിയാണല്ലോ അല്ലേ, ഗ്രീൻ ഓപ്പോസിറ്റ് ആണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്നിട്ട് എന്ത് ചെയ്യാ ചെയ്യുന്നത്, ഇതെല്ലാം പെയിന്റ് അടിച്ച് ഉണങ്ങിയിട്ടുണ്ട്, ഇനി പകരൊന്നുമില്ല, ഉണങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കാം ഹൗ മെനി ട്യൂബ്സ് ഹാവ് നോ ഫേസസ് പെയിന്റഡ്. നോ ഫേസ് പെയിന്റഡ്. എടാ ഈ നോ ഫേസ് എന്ന് പറഞ്ഞാൽ ഞമ്മക്കൊന്നും ചെയ്യാനില്ല. എന്താണ് നോ ഫേസസ് പെയിന്റഡ്? നമ്മൾ പറഞ്ഞു നോ ഫേസസ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, n-2 ദ ഹോൾ ക്യൂബ് അല്ലേ, n-2 ദ ഹോൾ ക്യൂബ്. ഇവിടെ എത്ര ക്യൂബ് ഉള്ളത്, 64 എന്ന് പറഞ്ഞാൽ 4 ക്യൂബാണ് 64 എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ എത്രയാ, 4 അല്ലടോ. അപ്പൊ രുദ്ര അടിപൊളിയായിട്ട് ആൻസർ ചെയ്തു. ആൻസർ വരിക ഓപ്ഷൻ 3 ആണ്. ഇതിൽ നിങ്ങൾക്ക് റെഡോ ബ്ലൂവോ എന്തോ തന്നോട്ടെ, നിങ്ങൾ നോക്കണ്ട, പെയിന്റഡ് അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ചെയ്യാം. സോ ആൻസർ ഓപ്ഷൻ 3 വരിക. ഇനി രണ്ടാമത്തെ, ഹൗ മെനി ക്യൂബ്സ് ഹാവ് ഓൺലി 1 ഫേസ് പെയിന്റഡ്. ഒറ്റ ഫേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ റെഡ് ആണോ ബ്ലാക്ക് ആണോ ഗ്രീൻ ആണോ നോക്കണോ, ഈ നടുവിലുള്ളതല്ലേ ഒറ്റ ഫേസ് ഉണ്ടാവുക. ഈ നടുവിലുള്ളത് എന്ന് പറഞ്ഞാൽ ഓരോ ഫേസ് വെച്ചിട്ടല്ലേ നമ്മൾ പറയാ. ഫേസ് വെച്ചിട്ട് എങ്ങനെയാ പറയാ, നമ്മൾ 64 നേരത്തെ ചെയ്തതല്ലേ, നിങ്ങൾ പറഞ്ഞോളി. 64 നമ്മൾ നേരത്തെ ചെയ്തതാ, നിങ്ങൾ പറഞ്ഞോളി. ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ ഓരോ ഫേസിലും, ഇതെന്ന് പറഞ്ഞാൽ 0 ഫേസാ. അപ്പോൾ ഒരു ഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും n-2 ഹോൾ സ്ക്വയർ ഉണ്ടാവുക അല്ലേ. എടാ ഇത് എവിടെയാ ഉണ്ടാവുക, ഇത് ഓരോ ഫേസിലുണ്ടാവുക അല്ലേ, ഓരോ ഫേസിൽ ഒന്നല്ലേ പറ്റുള്ളൂ. സോ what is the number? So Shanvili is commenting 24 and I'm wondering whether അടിപൊളി, എല്ലാവരും സൂപ്പർ ആയിട്ട് പറയുന്നുണ്ട്. ഇതാണ് ഈ ഇക്വേഷൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾ അധികം ചിന്തിക്കേണ്ട, നിങ്ങൾ അധികം ഒന്നും ചെയ്യണം. നിങ്ങൾ ഇക്വേഷൻ ഷോർട്ട് കട്ട് അറിയാമെങ്കിൽ എളുപ്പത്തിൽ ചെയ്യുക. ഈവൻ വളരെ ടഫ് എക്സാം ആയിട്ടുള്ള എന്താ പറയുക JEE അഡ്വാൻസ്ഡിൽ വരെ ഷോർട്ട് കട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ക്വസ്റ്റ്യനും ചെയ്യാം. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും 24 അവർ. ഇനി അടുത്ത ഹൗ മെനി ക്യൂബ്സ് ഹാവ് ലെസ് ദാൻ 3. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി പാളും. ലെസ് ദാൻ 3. ഇവിടെ ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് ആൻസർ കിട്ടും. 24 അല്ലേ സർ? ഏത് ലെസ് ദാൻ 3 വരിക, 3 ഫേസ് പെയിന്റഡ്. ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ ഹൗ മെനി ക്യൂബ്സ് ഹാവ് ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 3 ഫേസസ് എന്ന് പറയുമ്പോൾ 24 എന്നാണ് പറഞ്ഞേ. അതെ. അതെങ്ങനെ 24 കിട്ടിയത്, എങ്ങനെയാന്ന് പറഞ്ഞോളൂ, ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ല കേട്ടോ.
ലെസ് ദാൻ 3 പറയുമ്പോൾ ഞാൻ ഈ 2 ലെസ് ദാൻ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫേസ് വരും, അതേപോലെ 2 ഫേസ് പെയിന്റഡ് ആണ് ഞാൻ നോക്കിയത്. 1 ഫേസും 1 വരും. ഫേസും വരും. അതെ, സത്യം പറയുകയാണെങ്കിൽ 0 ഫേസും വരണം, പക്ഷെ ആ ഓപ്ഷനിൽ 0 ഫേസ് കാണില്ല. അപ്പം നിങ്ങൾ 2 ഫേസും 1 ഫേസും എടുത്താൽ മതി. ഇപ്പം എടാ ഇതിൽ നോ ഫേസ് പെയിന്റഡ് അതിൽ വരും, പക്ഷെ ഇതിൽ പെയിന്റഡ് ആവണം എന്ന് പറയണ്ടല്ലോ. 0 ഫേസ് ആകുമ്പോൾ അതിൽ പെയിന്റ് ഇല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇത് രണ്ടെണ്ണം എടുത്താൽ മതി. ഒന്നുകൂടെ പറയാം, ഇവിടെ 3 ഫേസ് കുറവ് പെയിന്റ് അടിച്ചതെന്നല്ലേ പറയണേ. അപ്പോൾ 0 ഫേസിൽ പെയിന്റ് തന്നെ അല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ 2 ഫേസും 1 ഫേസും എടുത്താൽ മതി. എടാ 1 ഫേസ് പെയിന്റഡ് എന്ത് ചോദ്യം ചോദിച്ചാലും എത്ര ഉണ്ടാവുക? 1 ഫേസ് പെയിന്റഡ് എന്ത് ചോദ്യം ചോദിച്ചാലും അതിൽ എത്ര ഉണ്ടാവുക? നമ്മൾ പിന്നെ എന്താ പറയുക, ഫേസ് വെച്ചിട്ടാണ് അത് പറയേണ്ടത് അല്ലേ. 2 ഫേസ് ചോദിച്ചാൽ എന്ത് ചോദ്യം ചോദിച്ചാലും എഡ്ജ് വെച്ചിട്ടാണ് പറയേണ്ടത്. അപ്പോൾ 1 ഫേസിൻ്റെ നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചതാ എന്താ, 24. അതേപോലെ ഇവിടെ 2 ഫേസിൻ്റെത് കാണണം. ഇവിടെ 2 ഫേസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 2 ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 12 ഇൻറ്റു n-2. പിന്നെന്താ വരിക? വേറെന്താ വരുമോ? ഇല്ല, n-2 മാത്രമേ വരുള്ളൂ. കാരണം എന്താ, ഇവിടെ എഡ്ജിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു വക്കിലുള്ളത് മാത്രമേ വരുള്ളൂ, അല്ലാതെ 2 ഡയമെൻഷൻ ഒന്നും കിട്ടൂല. അപ്പോൾ ഫൈനൽ ആൻസർ എന്താ വരിക? ആ ഹാനും പവിത്രനൊക്കെ നേരത്തെ കമന്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ കമന്റ് ചെയ്ത് നോക്കിയേ. കമോൺ. അവിടെ 2 ഫേസ് കണ്ടാൽ പോരെ? 2 ഫേസ് എങ്ങനെ കാണുക? ഓരോ എഡ്ജിലും അടിപൊളി അടിപൊളി. ഷാൻവിൽ പറയുന്നത് 48, അനുപ്രിയം പറയുന്നത് 48. അടിപൊളി, ഒരു പ്രശ്നമില്ല, നിങ്ങൾ സൂപ്പറായിട്ട് പറയുന്നുണ്ട്. 24 വരിക. സോ ടോട്ടൽ ഒരു സംശയവും വേണ്ട, 48 തന്നെയാണ് വരിക. 24 എങ്ങനെ കിട്ടിയത്? 12 ഇൻറ്റു 4 മൈനസ് 2. 4 മൈനസ് 2 എന്താ? 2, 24. ഇതാണ്. ഇതാണ് ഒരു ലൈറ്റ് വേർഷൻ ഓഫ് എ ക്യാർ ലെവൽ പസിൽ, അല്ലെങ്കിൽ ക്യാർ ലെവൽ ക്യൂബ് ക്വസ്റ്റ്യൻ. ലൈറ്റ് വേർഷൻ. ഇതും കാറ്റിൻ്റെ യഥാർത്ഥ വേർഷനിലേക്ക് എത്തിയിട്ടില്ല, പക്ഷേ ഇത് ബേസിക് ക്ലാസ് അല്ലേ, കുഴപ്പമില്ല, അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് നമ്മൾ ഇതുവരെ പറയാത്ത ക്വസ്റ്റ്യനാണ്, പക്ഷേ ഇത് നിങ്ങൾക്ക് കാറ്റിന് ഇങ്ങനെ ചോദിക്കുമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ യു ഷുഡ് ഹാവ് ദ ഐഡിയ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഐഡിയ നിങ്ങൾക്ക് വേണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾക്ക് നല്ല ഐഡിയ വേണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ക്യാൻ എനി ഓഫ് യു ടെൽ മീ ഹൗ ദിസ് ഇസ് ഗോയിങ് ടു ബി? എങ്ങനെ ഇത് വരിക എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ 3 വ്യൂ വെച്ചിട്ടാണ് നിങ്ങൾ പറയേണ്ടത്. എടാ ഇതിന്റെ കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ? എടാ അഡ്ജസന്റ് ഫേസസ് ഒരിക്കലും ഓപ്പോസിറ്റ് വരൂല എന്ന് പറഞ്ഞാൽ 3ന്റെ ഓപ്പോസിറ്റ് 1 വരാൻ പറ്റൂടെ? 2 വരാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ അങ്ങനെ നോക്കിയാൽ ആൻസർ കിട്ടും. സിമ്പിൾ പരിപാടിയാ, നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി. സാർ ഒരു ഡൗട്ടാണ്. ഡൗട്ട്, എന്ത് ഡൗട്ടും ചോദിക്കാം, പറയൂ. ഇതില് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓപ്പോസിറ്റ് നമ്പർ ഓഫ് 3 അല്ലേ? അതെ അതെ. അപ്പൊ 5 ആണോ ആൻസർ? 5 എന്ന് പറഞ്ഞാൽ വരുമോ? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 5 ഓപ്പോസിറ്റ്, ഇതൊക്കെ ഒരേ ക്യൂബാണ്. 5 ഓപ്പോസിറ്റ് ആണെങ്കിൽ 3ന്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഡൗട്ട് ചോദിക്കണം, അങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അടിപൊളി അടിപൊളി, പവിത്രക്ക് അവസാനം ആൻസർ കിട്ടി. അപ്പൊ കുഴപ്പമില്ല. അതെന്താണെന്നറിയോ, നിങ്ങൾ ഈ തന്ന വ്യൂസ് കറക്റ്റ് പഠിക്കണം. എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയും കാറ്റിന് ചോദിക്കാം. കാറ്റിൽ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ അതിൽ എങ്ങനെ വേണേലും അവർക്ക് ചോദിക്കാമല്ലോ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ക്യൂബിന്റെ കോൺസെപ്റ്റ് ഫുള്ള് ക്ലിയർ ആക്കുക. അവരെങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാലും നിങ്ങൾക്കത് കിട്ടണം. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റും 3ന്റെ നെയ്ബേഴ്സ് ആണ് 1, 2, 5. അതേപോലെ 3ന്റെ നെയ്ബേഴ്സ് ആണ് 4 എന്ന് പറഞ്ഞാൽ
മൂന്നിൻ്റെ നെയ്ബേഴ്സ് അല്ലെ മൂന്നിൻ്റെ അഡ്ജസൻ്റ് വരുന്ന നമ്പേഴ്സ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ എഴുതുക. 1 2 4 5. ഇവിടെ ഏതാ ബാക്കിയുള്ളത്? ഒറ്റ നമ്പറേ ബാക്കിയുള്ളൂ. ഏതാണ്? 6. ഇതാണ് ഓപ്പോസിറ്റ് വരിക. ഇവിടെ 4 നമ്പർ അഡ്ജസൻ്റ് വന്നാൽ അഡ്ജസൻ്റ് അല്ലാത്തതല്ലേ ഓപ്പോസിറ്റ് വരിക. അതിലിപ്പോൾ കൺഫ്യൂഷൻ്റെ കാര്യം വരില്ലല്ലോ, സിമ്പിൾ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ എത്ര വ്യൂ തന്നത്? 3 വ്യൂ തന്നിട്ടുണ്ട്. 1 2 അല്ല, 3 വ്യൂ. അതെന്തിനാ? നിങ്ങൾക്ക് എന്തായാലും ആൻസർ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. സോ സംഭവം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് വരുന്നത്. എന്താ? ഞാനിവിടെ ഫിഗർ കൂടി തന്നിട്ടുണ്ട്. എന്തിനാ ഫിഗർ എന്നത് ഇവിടെ നിങ്ങൾ നോക്കുക. ഇതിപ്പോൾ എങ്ങോട്ടാന്ന് വെക്കുക? ഓക്കെ, സോ തൽക്കാലം ഇത് ഇവിടെ, ഇത് തൽക്കാലം ഞാൻ ക്ലോസ് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ക്യൂബ് ഓഫ് സൈഡ് 4 cm പെയിൻറ്റഡ് റെഡ് ഓൺ 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവിടെ റെഡാ, ഇവിടെ റെഡാണ്. അതിൻ്റെ താഴെ എന്താ വരിക? റെഡാ വരിക. പിന്നെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഗ്രീൻ ഓൺ അനദർ പെയർ ഓഫ് ഓപ്പോസിറ്റ് സർഫസസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രീൻ ആണ് വരുന്നത്. ഗ്രീനൊക്കെ അത് അവിടെ തന്നിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ തന്നെ, റെഡിൻ്റെ ഓപ്പോസിറ്റ് റെഡാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സർഫസസ് ഈസ് ലെഫ്റ്റ് അൺപെയിൻറ്റഡ്. ഇവിടെ നോ പെയിൻ്റ് ആണ്, ഇവിടെയും നോ പെയിൻ്റാണ്. കാരണം ഇത് പല വെറൈറ്റി ചോദിക്കാം, അതിലുള്ളൊരു വെറൈറ്റി ആണിത്. ഇതിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് മാത്രം മതി. വേറെ പുതിയതായിട്ട് നിങ്ങളൊന്നും പഠിക്കണമെന്നില്ല. ഈ ഒരു ടോപ്പിക്കിലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഈ ക്യൂബ് 64 ഡിവൈഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ എഡ്ജിലും 4, മോളോട്ട് 4, ബാക്കോട്ട് 4, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 4 ക്യൂബ് ഈക്വൽ ടു 64 ആൻഡ് യു ക്യാൻ സേ ദാറ്റ് n ഈക്വൽ ടു 4. ഇതാണ് ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് പറയാൻ പറ്റുക. നൗ യു ക്യാൻ സീ ദ ക്വസ്റ്റ്യൻ നമ്പർ 1. നമ്പർ ഓഫ് സ്മോൾ ക്യൂബ്സ് വിത്ത് 3 സർഫസസ് പെയിൻറ്റഡ്. എത്ര എണ്ണം ഉണ്ടാവും 3 സർഫസസ് പെയിൻറ്റഡ്? കമൻറ്റ് ചെയ്തോളൂ, ഞാൻ നിങ്ങളെ കമൻറ്റിന് വെയിറ്റ് ചെയ്യാണ്. 3 സർഫസസ് പെയിൻറ്റഡ്. നിങ്ങൾ എങ്ങോട്ടാണ് നോക്കേണ്ടത്? കോർണറിലേക്കാണ് നോക്കേണ്ടത്. നിങ്ങൾ കമൻറ്റ്. ഇതൊന്നും ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞാൽ കാര്യമില്ല. ഇതൊക്കെ നിങ്ങൾ എന്നെ പറയണം. ഓക്കെ, സോ ഇവിടെ കമൻറ്റ് വന്നിട്ടുണ്ട്. ഐ എം ഹാപ്പി ടു സീ ദാറ്റ്, ബട്ട് ദർ ഈസ് എ പ്രോബ്ലം. 8 എന്നാണ് കമൻറ്റ് വന്നത്. പക്ഷേ 8 എണ്ണം എന്താ പറയുക, 3 ഫേസസ് പെയിൻറ്റഡ് ഉള്ളത് ഇവിടെ ഉണ്ടാവുമോ? അത് ഞാൻ ചോദിക്കാനൊരു കാരണമുണ്ട്. എന്താ കാരണം എന്നറിയോ? ഇവിടെ 8 16 0 ഇതാ വന്നത്. എടാ ഞാനിവിടെ 8 വരുമോ എന്ന് ചോദിക്കാൻ കാരണം എന്താ? നിങ്ങൾ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് 8 വരിക. പക്ഷെ എന്താ അറിയോ, ഇതിൽ 2 ഫേസ് പെയിൻറ്റ് തന്നെ അല്ല. 2 ഫേസ് പെയിൻറ്റ് ഇല്ല, അതും എന്താ? ഓപ്പോസിറ്റ് ഫേസാ. അപ്പോൾ ഇവിടെ നോ പെയിൻ്റ് ആണ്, നോ പെയിൻ്റ് ആണ് ഇവിടെ. അതേപോലെ എന്താ പറയാൻ പറ്റുക? ഇവിടെ നമുക്ക് നോ പെയിൻ്റ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ ബേസിക്കലി ഇവിടെയും നോ പെയിൻ്റ് ആണ്, അതേപോലെ ഇവിടെയും നോ പെയിൻ്റാ. അപ്പം നിങ്ങൾക്ക് ഇതെടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇവിടെ പെയിൻ്റ് ഇല്ല. ഇതെടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ പെയിൻ്റ് ഇല്ലല്ലോ. ഇനിയോ ഇവിടെ നിങ്ങൾക്ക് ഇതെടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇവിടെ പെയിൻ്റ് ഉണ്ടോ? ക്വസ്റ്റ്യൻ മാർക്കിനകത്ത് പെയിൻ്റ് ഉണ്ടോ? ഇല്ല. ഇവിടെ ഇതെടുക്കാൻ പറ്റുമോ? പെയിൻ്റ് ഇല്ലല്ലോ. ഇതെടുക്കാൻ പറ്റൂടേ? ഇവിടെ പെയിൻ്റ് ഇല്ലല്ലോ. പെയിൻ്റ് ഉണ്ടോ? പെയിൻ്റ് ഇല്ല. ഇവിടെ ഉണ്ടോ? പറ്റൂല, പെയിൻ്റ് ഇല്ല. എന്ന് പറഞ്ഞാൽ 4 കോർണർ, എവിടെയുള്ള 4 കോർണർ? ഈ ഭാഗത്തുള്ള 4 കോർണറിലും ഒരു പെയിൻ്റ് ഇല്ല. എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ഒറ്റ പെയിൻ്റും ഇല്ല, കോർണറിലുള്ള. അതേപോലെ ഇവിടെയുള്ള 4 കോർണറിലും ഒറ്റ പെയിൻറ്റും ഇല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ 8 ക്യൂബ് പറഞ്ഞു, ആ 8ലും പെയിൻ്റ് ഇല്ല. അതാണ് ആര് പറഞ്ഞത്? എനിക്ക് തോന്നുന്നത് പവിത്രയാണ് ആൻസർ പറഞ്ഞതെന്ന് തോന്നുന്നു. സോ അതാണ് ഇവിടെ വേണ്ടത്. പവിത്ര പറഞ്ഞത് 0 ആണെന്നാണ് പറഞ്ഞത്. സോ അത് പെർഫെക്റ്റ് ആൻസർ. പക്ഷേ ഇവിടെ നിങ്ങൾ 2 പെയിൻറ്റോ 3 പെയിൻറ്റോ, ഇപ്പം നിങ്ങളോട് പറയാം, ഒരു ക്യൂബ് എടുത്തിട്ട് ഒരു സൈഡ് പച്ച, മറ്റടുത്ത് മഞ്ഞ, അപ്പുറത്ത് നീല, അപ്പുറത്ത് വെള്ള, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് പെയിൻറ്റും അടിച്ചോട്ടെ, 6 പെയിൻ്റ് ഉണ്ട് എന്ന് നിങ്ങൾ എന്താ പറയുക അസ്യൂം ചെയ്യാം.
അങ്ങനെയാണെങ്കിലും 3 ഫേസസ് പെയിന്റഡ് എന്ന് പറഞ്ഞാൽ 8 കിട്ടുക. പക്ഷെ ഇവിടെ പെയിന്റ് അടിക്കാതെ ചോദിച്ചാൽ 8 ആൻസർ പറയാൻ പറ്റുമോ? 2 ഫേസ് പെയിന്റ് അടിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ 3 ഫേസ് ഉണ്ടാവുക? ഇല്ല. അപ്പം അത് നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മാത്രം മതി. ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. സോ ബേസിക്കലി ആൻസർ 1 ആണ് വരിക. ഓപ്ഷൻ 0 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 1 എന്ന് പറഞ്ഞാൽ 0 ആണ് ആൻസർ വരിക. ഇനി രണ്ടാമത്തെ പറഞ്ഞേ, സ്മോളർ ക്യൂബ് വിത്ത് 2 സർഫസസ് പെയിന്റഡ്. ഞാൻ ഇവിടെ കാണിച്ചു തരാം, ഇവിടെ നോക്കിക്കോളി. ഇതാണ് 2 സർഫസ് പെയിന്റഡ്. ഇത് എവിടെയാണോ ഉള്ളത്? എഡ്ജിലാണ് ഉള്ളത് ഇല്ലേ? ഞാൻ അതൊന്ന് മായ്ക്കാം കേട്ടോ, ഇതൊന്ന് മായ്ക്കാം. എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവാനേ. ഇവിടെ 2 സർഫസാ, ഇവിടെ 2 സർഫസാ, ഇവിടെ ഇല്ല, ഇവിടെയും ഇല്ല. ഇവിടെ 2 അല്ല, 1 ഉള്ളൂ. ഇവിടെയും 1 ഉള്ളൂ. ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. കാരണം എന്താ? ഈ ഭാഗത്ത് നോ പെയിന്റാ, ശരിയല്ലേ? ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് പറയാൻ പറ്റുന്ന കാര്യം, ഇവിടെ ഇല്ല. കാരണം എന്താ? ഇവിടെ എന്താ ഇല്ലാത്തത്? ഇവിടെ പെയിന്റ് ഇല്ല, ഇവിടെ ഇല്ല. ഇവിടെ എന്തായാലും ഇല്ല. കാരണം എന്താ? പെയിന്റ് ഇല്ലല്ലോ. ഇവിടെ പെയിന്റ് ഇല്ല. എടോ ഇനി നിങ്ങൾ പറയും, ഇവിടെ ഉണ്ടോ? ഇല്ല. കാരണം എന്താ? പെയിന്റ് ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ പറയും എന്താ ആൻസർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തായാലും നിങ്ങൾക്ക് കിട്ടും. പവിത്രയാണോ പറയാ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുമോ എന്നുള്ളത് അറിയില്ല. ബട്ട് എന്തായാലും ആൻസർ ഇവിടെ ഉറപ്പാണ്. ഇവിടെ അമീൻ പറയുന്നത് 8 ആണെന്നാണ്. സോ ദാറ്റ് ഈസ് ദ പെർഫെക്റ്റ് ആൻസർ. ഐ എം റിയലി ഹാപ്പി ടു സീ ഡിഫറെൻറ്റ് പീപ്പിൾസ് ആർ കമൻറ്റിങ് ഫോർ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പം അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഐ എം വെരി ഹാപ്പി. സോ വി ക്യാൻ സേ ദാറ്റ് ഇവിടെ 2, ഇവിടെ 2 എണ്ണം, മോൾ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം അല്ലേ? മോള് 2. ഇങ്ങനെ ഇവിടെ 2, അതേപോലെ ഇതിൻ്റെ ബാക്കിൽ 2 എന്ന് പറഞ്ഞാൽ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇവിടെ റെഡ് ഗ്രീന് ബൗണ്ടറി, ഇവിടെ റെഡ് ഗ്രീന് ബൗണ്ടറി എത്ര എണ്ണം ഉണ്ട്? അല്ലെ റെഡ് ഗ്രീന് ബൗണ്ടറി അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം എഡ്ജ് എത്ര എണ്ണം ഉണ്ട്? റെഡ് ഗ്രീനുള്ള എഡ്ജ് എത്ര എണ്ണം ഉണ്ട്? ഇതാ ഒന്നാമത്തെ എഡ്ജാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യണത്. ഇത് രണ്ടാമത്തെ എഡ്ജാണ് അല്ലേ? റെഡ് ഗ്രീൻ എഡ്ജ് അല്ലേ? ഇപ്പോൾ റെഡിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി, ഗ്രീൻ്റെ ഓപ്പോസിറ്റ് ഗ്രീൻ ആയതുകൊണ്ട് ഇവിടെ അടുത്ത എഡ്ജ് കോമൺ വരും. അതേപോലെ ഇതിൻ്റെ ബാക്കിൽ എന്തോ ഒരു കോമൺ വരും എന്ന് പറയാം. 4 എഡ്ജാണ് ഉള്ളത്. അപ്പം 4 ഇൻറ്റു നിങ്ങൾ എത്ര ചെയ്യണം? ഓരോ എഡ്ജിലും 2, 8 വരിക. സോ അമീൻ ഗോട്ട് ദ റൈറ്റ് ആൻസർ ദിസ് ടൈം. ആൻഡ് ഐ വാണ്ട് യു ടു ഫൈൻഡ് the third question in here, and you can say number of smaller cubes with one surface is painted. എടാ ഒരു സർഫസ് പെയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ അല്ല കിട്ടുക. ഞാനിത് ഒന്നുകൂടി മായ്ക്കാണ്, കാരണം അടുത്ത ക്വസ്റ്റ്യൻ പറയണത് മായ്ച്ചാലേ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. സോ ഇവിടെ ഒരു ഫേസസ് പെയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ ചെയ്യാൻ പറ്റൂല. കാരണം എന്താണ്? കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫേസാ, ഇവിടെ 1 ഇവിടെ 1 ഒന്നല്ല. ഇവിടെ 1, ഇവിടെ 1, ഇവിടെയോ? ഇവിടെ 2 പറ്റൂല. ഇവിടെ അപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, ഇവിടെ ഒരു ഫേസാ ഉള്ളത്, ഇവിടെ 1 ഉള്ളത്, ഇവിടെ 1 ഉള്ളത്, ഇവിടെ 1 ഉള്ളത്, ഇവിടെ 1 2. അപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ തന്നെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്, 6 എണ്ണം. ഓക്കെ. അപ്പൊ അതേപോലെ എന്ത് ചെയ്യുക? നിങ്ങൾ കണ്ടുപിടിക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എന്തായാലും നിങ്ങൾക്ക് കിട്ടാനാണ് സാധ്യത. ഇവിടെ നല്ല മഴയാണ്, അപ്പം റേഞ്ച് ഒന്നും കട്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. ലെറ്റ്സ് സീ. ക്വസ്റ്റ്യൻ മാറിയില്ലേ? സോറി, എവിടെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ? യെസ്, ഇത് എവിടെ നമ്മൾ എത്തിയേ? എവിടെ നമ്മളെ ചോദ്യം? സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. സോ മഴയായിട്ട് മൂവ് ചെയ്തതായിരുന്നു. ഓക്കെ. അപ്പം യാ, അപ്പം നമുക്ക് പറയാൻ പറ്റിയത്
ഇവിടെ 12 എണ്ണം എവിടെ ഉണ്ട്? ഈ ഒരൊറ്റ ഗ്രീനിന്റെ ഫേസിൽ 6 എണ്ണം കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക. അല്ല 6 അല്ല 8 അല്ലേ? 2 4 ഇവിടെ 8 അല്ലല്ലോ, സോറി ഞാൻ കൗണ്ട് ചെയ്ത് തെറ്റി. ഇവിടെ 8 വരുന്നല്ലേ? ഓരോ ഫേസിലും നിങ്ങൾ നോക്കിയേ, ഇവിടെ 8 എണ്ണം ഉണ്ട്. 4 4 8 അല്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോ എത്ര ആൻസർ വരിക? കമന്റ് ചെയ്തോളി. എന്നാ നിങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ ടോപ്പ് സർഫസിൽ നോക്കുക. ഇവിടെ 4 4 8, ഇവിടെ 8 എണ്ണം കിട്ടി എന്ന് പറഞ്ഞാല് ഒരു ഗ്രീനില് 8, ഒരു റെഡിൽ 8. എടോ ഇതേപോലെ സിമെട്രി ഫോളോ ചെയ്യുന്നതല്ലേ ബാക്കിയുള്ള സർഫസും അല്ലേ? എന്ന് പറഞ്ഞാൽ കളേർഡ് സർഫസ് ആണെങ്കിൽ ഒരു ഗ്രീൻ ഉണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് അതേപോലെയാ. ഒരു റെഡ് ഉണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് റെഡ് ആണ്, അതും അതേപോലെയാണ്. പിന്നെ 2 ഓപ്പോസിറ്റ് ആണ് എന്ത്? നോ കളേർഡ് ക്യൂബ് ഉള്ളത്. അപ്പോൾ എല്ലാം ഒരു സിമെട്രിക് വേയിലാണ് കാര്യങ്ങൾ ഉള്ളത്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ് ഹൗ മെനി ക്യൂബ്സ് വിൽ ബി ഹാവിങ് വൺ സർഫസ് പെയിന്റഡ്? ഇവിടെ ഓപ്ഷനിലുള്ള നമ്പർ തന്നെയാണ്. നമ്മൾ പറഞ്ഞു ഒരു ഗ്രീനിൽ 8 എണ്ണം ഉണ്ട്, ഒരു റെഡിലും 8 എണ്ണം ഉണ്ട്. എടോ ഇനി ബാക്കിയുള്ള കാണാൻ എന്തോ പണിയുണ്ടോ? കമോൺ ഗൈസ്, ഡൗട്ട് ഉണ്ടെങ്കിൽ വോയിസ് പറയും. കമോൺ, ഡൗട്ട് ഉണ്ട് വോയിസ് പറയും. അപ്പൊ ഒരു സർഫസിൽ 8 വന്നതിൽ ആർക്കോ ഡൗട്ട് ഉണ്ടോ? 8 വന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് അത് പ്രൂവ് ചെയ്ത് തരാം. ഇവിടെ 2 എണ്ണം പെയിന്റഡാ. ഇവിടെ ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം പെയിന്റഡാ, ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട് അല്ലേ? പക്ഷേ ഇവിടെ ഒന്നേ ഉള്ളൂ, ഇവിടെ ഒന്നേ ഉള്ളൂ. ഇവിടെ താഴെ ഉണ്ട് 2 എണ്ണം ഉണ്ട്, താഴെ ഉണ്ട് 2ആയി, 2ആയി, 2ആയി അല്ലേ? അപ്പൊ നമ്മളെ ചോദ്യം ഇതാണ്. സോ ഹൗ മെനി have I mean one face is painted, or one surface is painted? എന്താ കമന്റ് വരാത്തെ? സാറേ കമന്റ് വന്നിക്കണ്. ഒയ്യോ, നിങ്ങൾ പറയണ്ട. ഇതെന്താ അറിയോ, ഞാനിവിടെ നിങ്ങളെ സ്ക്രീന് കാണൂല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ 8 കമന്റ് ഉണ്ട് അല്ലേ? ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല, സോറി. അയ്യോ, ഇത് മോളോട്ടാ പോണേ. 32 കുറെ നേരമായില്ലേ കമന്റ് വരുന്നത്, നിങ്ങൾ പറയണ്ടേ? ഓക്കെ, അടിപൊളി. അപ്പൊ 32 എന്ന് പറഞ്ഞാൽ 4 8 32 കറക്റ്റ്. ഓക്കെ, അപ്പൊ അടിപൊളി, അതാണ് ആൻസർ വരിക. സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്പർ ഓഫ് സ്മോൾ ക്യൂബ് വിത്ത് നോ സൈഡ് പെയിന്റഡ്. നോ സൈഡ് പെയിന്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡിന്റെ പുറമെ ഏതൊക്കെ വരിക? പുറമെ ഓരോ ഫേസിൽ നിന്നും, ഏത് ഫേസിൽ നിന്ന്? ഓരോ അൺകളേർഡ് ഫേസിൽ നിന്നും 4 എണ്ണം എടുക്കണം. ഇതെന്തിനാ വരുന്നത്? എടോ ഇതിൽ റെഡോ ഗ്രീനോ ഉണ്ടോ? ഈ നടുവിലുള്ളതിൽ റെഡോ ഗ്രീനോ ഉണ്ടോ? ഇല്ല. ഇവിടെ പക്ഷേ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ 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 ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ റൈറ്റിൽ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത 4 ക്യൂബില് എത്ര ഫേസാ പെയിന്റഡ്? 0 ഫേസസ് ആ പെയിന്റഡ്. അപ്പൊ നിങ്ങൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് പ്ലസ് എന്ത് ചെയ്യണം? ഈ ഒരു അൺകളേർഡ് ആയിട്ടുള്ള ക്യൂബില്, ഈ ഒരു അൺകളേർഡ് ആയിട്ടുള്ള ക്യൂബിലുള്ള 2 സൈഡിൽ നിന്നും കിട്ടുന്നതാണ് നിങ്ങൾ എടുക്കേണ്ടത്. സംഭവം പിടികിട്ടിയോ? ഒന്നുകൂടെ പറയാ. നേരത്തെ മെത്തേഡ് എന്തായിരുന്നടേ? n-2 ക്യൂബ്. ഇതാണ് നേരത്തെ മെത്തേഡ് അല്ലേ? ആ ഒരു മെത്തേഡിൽ ഉള്ളതിൻ്റെ പുറമെ എത്ര എണ്ണം എടുക്കണം? ഇവിടെയുള്ള ഒരു ഫേസ് 4 എണ്ണം എടുക്കണം. എന്തിനാ 4 എണ്ണം എടുക്കണേ? ബിക്കോസ് വി നോ ദാറ്റ് in that uncolored or unpainted faces, you can say that there will be 4 4 at the എന്താ പറയുക ഫേസ് യു ക്യാൻ സീ. നിങ്ങൾക്ക് കാണുന്ന ആ ഒരു ഫേസിൽ എത്ര എണ്ണം ഉണ്ടാവും?
4 അപ്പം 4 4 8 അങ്ങനെ വരും. അതിൻ്റെ പുറമെ 8 കൂടിയാണ് വരും. അപ്പോൾ 2 പേര് ഓൾറെഡി കമൻറ്റ് ചെയ്തു, അടിപൊളി. അപ്പം കറക്റ്റ് ആൻസർ 3 പേര് കമൻറ്റ് ചെയ്തു. കറക്റ്റ് ആൻസർ 16 ആണ്, ഒരു പ്രശ്നവുമില്ല. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഷോർട്ട് കട്ട് കറക്റ്റ് യൂസ് ചെയ്താൽ എന്ത് ലെവലുള്ള ക്വസ്റ്റ്യനും ചെയ്യാം, കെയർ ലെവലും അല്ലാത്തതൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് പീസസ് ഇൻ ടു വിച്ച് എ ക്യൂബ് ക്യാൻ ബി കട്ട് ബൈ 7 കട്ട്സ് ഇൻ വൺ ഡയറക്ഷൻ ആൻഡ് 5 കട്ട്സ് ഇൻ അനദർ ഡയറക്ഷൻ എന്ന് പറയാൻ നമ്മൾ ക്യാറ്റ് ലെവലിലേക്ക് കയറിയിട്ടുണ്ട്. സോ ഇവിടെ എന്താ പറയുക, ശരിക്കും ചിന്തിക്കണേ, ചിന്തിച്ചാലേ പറയാൻ പറ്റുള്ളേ. ഇവിടെ ഇങ്ങനെ ഒരു ക്യൂബ് ഉണ്ട്. ഈ ക്യൂബിനെ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ എന്താ ചെയ്യണേ? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് പീസസ് ഇൻ ടു വിച്ച് എ ക്യൂബ് ക്യാൻ ബി കട്ട് ബൈ 7 കട്ട്സ് ഇൻ വൺ ഡയറക്ഷൻ ആൻഡ് 5 കട്ട്സ് ഇൻ അനദർ ഡയറക്ഷൻ. ഇതാണ് ചോദിച്ചത്. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ ഞാൻ ഇതിൻ്റെ ബേസിക്സ് കൂടി പറഞ്ഞു ചോദിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ ആർക്കും പറയാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ. വളരെ എന്താ പറയുക, ഇത് അറിയുന്നവരോ അല്ലെങ്കിൽ ഈ ടൈപ്പ് നേരത്തെ ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ആൻസർ പറയുന്നത് എന്തായാലും ഓൾവേസ് വെൽക്കം ആണ്. സോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതിപ്പം ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ 1 വളഞ്ഞു പോകണല്ലോ, 2 ഇങ്ങനെ 1 കട്ട്, 2 കട്ട്, 3 കട്ട്, 4 കട്ട്, 5 കട്ട്, 6 കട്ട്, അതേപോലെ 7 കട്ട്, ഇങ്ങനെ 7 പീസ് നമ്മൾ ഒരു ഡയറക്ഷൻ ഉണ്ടാക്കി. 7 പീസ് ഒരു ഡയറക്ഷൻ ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞെന്താ, 7 കട്ട് ഇൻ വൺ ഡയറക്ഷൻ. പിന്നെന്താ പറഞ്ഞത്, 5 കട്ട് ഇൻ അനദർ ഡയറക്ഷൻ. നിങ്ങൾക്ക് അടുത്ത 5 കട്ട് എങ്ങനെ എടുക്കാൻ പറ്റുന്ന അറിയോ? ഒന്നുകിൽ ഇതാ ഇങ്ങനെ ഈ ഡയറക്ഷനിൽ എടുക്കുക 5 കട്ട്, അതല്ലെങ്കിലോ നിങ്ങൾക്ക് ഈ ഡയറക്ഷനിൽ എടുക്കുക 5 കട്ട്. കാരണം ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 3 വ്യൂവിലാണ് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ടോപ്പിലോ ബോട്ടത്തിലോ കട്ട് ചെയ്യുക, അല്ല ലെഫ്റ്റിലോ റൈറ്റിലോ കട്ട് ചെയ്യുക. ടോപ്പ് ബോട്ടം ലെഫ്റ്റ് റൈറ്റ് അല്ലാതെ എന്ത് ചെയ്യുക, ഫ്രണ്ടോ ബാക്കോ കട്ട് ചെയ്യുക, ആ വ്യൂവിൽ കട്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയേ, അടുത്ത കട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് അടുത്ത കട്ട്. 5 അല്ലേ പിന്നെ പറഞ്ഞേ, 5 കട്ട് നോക്കിക്കോളൂ. ഇതാ ഒരു കട്ട് ഇങ്ങനെ പോവുക, ഇതാണ് ഒരു കട്ട്. രണ്ടാമത്തെ കട്ട് ഇങ്ങനെയാണ് പോവുക. ഞാൻ ജസ്റ്റ് റഫായിട്ട് വരയ്ക്കുകയാണ്. മൂന്നാമത്തെ കട്ട് ഇവിടെയൊക്കെ വളഞ്ഞു പോയിട്ട് ക്ഷമിക്കുക. ഇത് 4ാമത്തെ കട്ട്, ഇതാണ് 5ാമത്തെ കട്ട്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, 5 കട്ട് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് വിൽ ബി ദ ആൻസർ? ഇത് വെച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റില്ലേ, പ്രശ്നമൊന്നുമില്ല, നമുക്ക് വേറെ മെത്തേഡ് ഉണ്ട്. നിങ്ങളാരും പേടിക്കണ്ട. ഇതറിയില്ലേ, ഞാൻ ബേസിക്സ് പറയാം. സോ ആർക്കെങ്കിലും ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഞാനിവിടെ ബേസിക്സ് പറയാം. ഓക്കെ, കമൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. സോ ദ കമൻറ്റ് ഈസ് 1 ന്യൂ. 48 കമൻറ്റ് വന്നത്. ഷാൻവിൽ പറയണത് 48. സോ ഇവിടെ ദാറ്റ് ഈസ് ദ പെർഫെക്റ്റ് ആൻസർ. 48 തന്നെയാണ് കറക്റ്റ് ആൻസർ. സോ അത് തന്നെയാണ് ഇവിടെ ആരും പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 48 എന്നുള്ളത് ഓക്കെ, ഹാനി 48 പറഞ്ഞിട്ടുണ്ട്, അടിപൊളി. സോ ഇനി ഞാനിവിടെ കുറച്ച് ബേസിക്സ് പറയാം. എന്തിനാണെന്നറിയോ? ഈ ബേസിക്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ 3 ഡയമെൻഷനിലൊക്കെ നമ്മൾ പറയണം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കുറച്ചുകൂടി അത് യൂസ്ഫുൾ ആവും. ഓക്കെ, സോ അതിപ്പോൾ എവിടെയപ്പോൾ ഒന്ന് എഴുതുക, ഇവിടെ ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ. സോ ഓക്കെ, ഇവിടെ എഴുതാം. ഓക്കെ, എന്നാൽ നോക്കിക്കോളിയേ. ഇവിടെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് കറക്റ്റ് കാര്യം പിടികിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് കാര്യം പിടികിട്ടും. നോക്കിക്കോളി, ഇവിടെ ഒരു കട്ട് ചെയ്താൽ എത്ര പീസ് ഉണ്ട്? ഇത് എത്ര പീസ്? ഇതൊരു പേപ്പറാന്ന് വിചാരിക്കുക. ഒരു കട്ട് 2 പീസാവും, 2 കട്ട് 3 പീസ്, 3 കട്ട് 4 പീസ്. എന്ന് പറഞ്ഞാൽ n കട്ട് മീൻസ് n+1 പീസ്. ഇതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. n കട്ട് ചെയ്താൽ n+1 പീസാണ് വരിക. ഇനി ഇത് ഒരു ഡയറക്ഷനിലാണ്. n കട്ട് ഇൻ വൺ ഡയറക്ഷൻ, n കട്ട് എന്ന് പറഞ്ഞാൽ n+1 പീസ്. അപ്പോൾ ഇവിടെ 1 2 3 കട്ടാണെങ്കിലോ 4 പീസാണ് വരിക, 4 പീസ്. ഓക്കെ, ഇനി അടുത്ത കാര്യമാണ്, ഇതേ സാധനത്തിന് ഞാനിവിടെ വേറെ രീതി വരയ്ക്കാം. എന്താ, ഇങ്ങനെ നീളത്തിലുള്ള ഒരു സംഭവമാണ്. ഇവിടെ 3 കട്ട് ചെയ്തു, ഇവിടെ
ഒരു കട്ടും ചെയ്ത്. പീസിൻ്റെ എണ്ണം നിങ്ങൾക്ക് തന്നെ അറിയാലോ, എത്ര പീസ് ഉണ്ട്? ഒരു ഡയറക്ഷനിൽ 3 കട്ട്, അപ്പുറത്തെ ഡയറക്ഷനിൽ 1 കട്ട്. അപ്പൊ നമ്പർ ഓഫ് പീസസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക എന്നറിയോ? ഇവിടെ N1 കട്ട് ഇൻ 1 ഡയറക്ഷൻ, N2 കട്ട് ഇൻ സെക്കൻഡ് ഡയറക്ഷൻ. പീസസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ N1 + 1 ഇൻറ്റു N2 + 1 വരിക. ഇവിടെ നിങ്ങൾ നോക്കിയേ, 3 കട്ടാണുള്ളത്, 1 2 3, ഇവിടെ ഒന്നാണുള്ളത്. അപ്പൊ പീസിന്റെ എണ്ണം 3 കട്ട് പ്ലസ് 1, 1 കട്ട് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 4 2 8 വരിക. എന്താ വരിക? 4 2 8 വരിക. ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ. 4 2 8 വരിക. സോ അടിപൊളി. ഇവിടെ കമന്റ് വന്നില്ലേ, ഹാനി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അടിപൊളി. 4 2 8 വരിക. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഇവിടെ ഞാനത് 3D കാണിക്കുന്നില്ല. എന്താണെന്നറിയോ? ഇവിടെ N1 കട്ട് ഇൻ ഫസ്റ്റ് ഡയറക്ഷൻ, N2 കട്ട് ഇൻ സെക്കൻഡ് ഡയറക്ഷൻ, അതേപോലെ N3 കട്ട് ഇൻ തേർഡ് ഡയറക്ഷൻ. നമ്പർ ഓഫ് പീസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമ്പർ ഓഫ് പീസസ് ഈസ് ഈക്വൽ ടു, ഇതിന് സിമിലർ ആയിട്ടുള്ള ഇക്വേഷനാണ് വരിക. ഒരു ഡയറക്ഷനിൽ N1 ആണ്, N1 + 1. അപ്പുറത്തെ ഡയറക്ഷനിൽ N2 ആണ്, N2 + 1. അപ്പുറത്തെ ഡയറക്ഷനിൽ N3 ആണ്, N3 + 1. ഇതാണ് വരിക. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഇവിടെ N1 N2 N3 എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുക N1 കട്ട് ഒരു ഡയറക്ഷനിൽ, N2 അപ്പുറത്തും, N3 വേറെ സൈഡും ആണെങ്കിൽ N1 + 1 N2 + 1 N3 + 1 പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഞാനൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ചെറിയൊരു ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ, എവിടെയപ്പോൾ അത് എഴുതാനാണ് സ്പേസ് ഇല്ല. അത് മായ്ച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കിട്ടിയില്ലല്ലോ. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, എവിടെയപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് അടുത്ത പേജ് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താ പറഞ്ഞതെന്നറിയോ? ഇവിടെ 7 കട്ട് ഒരു ഡയറക്ഷനിൽ, അപ്പം തന്നെ 7 + 1 ഇടുക. 5 കട്ട് അപ്പുറത്തെ ഡയറക്ഷൻ, അപ്പം തന്നെ 5 + 1 ഇടുക. അപ്പം തന്നെ 8 6 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? 48 വരിക. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തോ പറഞ്ഞോ, 48 വരിക. ഡൗട്ട് ഉണ്ടോ? 7 കട്ട്, 8 × 6 48 അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അടിപൊളി. 8 × 6 48 അതാണ് വരിക. കറക്റ്റാണ്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്താൽ മതി? പീസിൻ്റെ എണ്ണം ഒന്ന് കൂട്ടിയിട്ട്, എന്ന് പറഞ്ഞാൽ ഒരു കട്ടാണ് 2 പീസ്, 3 കട്ടാണ് 4 പീസ്. അതാണ് നമ്മുടെ ലോജിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്നിട്ട് ഞാൻ വേറൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ പിന്നെ ചോദിക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് പീസസ് ഇൻ ടു വിച്ച് എ ക്യൂബ് ക്യാൻ ബി കട്ട് ബൈ 8 കട്ട്. ഇതാർക്കോ പറയാൻ പറ്റുമോ? എടാ, ഒരു ക്യൂബ്, ഇങ്ങനെയുള്ള ഒരു ക്യൂബാണ്. ഇതിൻ്റെ ഒരു സർഫസാണ് കാണിക്കുന്നത്. ഇവിടെ ഇങ്ങനെ 1 2 3 4 5 6 7 8 ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കിട്ടും 9 പീസാണ്. ഇനി ഇതേ ക്യൂബാണ്, ഇതിനെങ്ങനെ 4 കട്ട്, ഇങ്ങനെ നിങ്ങളോട് 8 കട്ട് എന്നല്ലേ പറഞ്ഞേ? ഇവിടെ 4 കട്ട്, ഇവിടെ ഒരു കട്ട് കൂടി. അപ്പം നിങ്ങൾക്ക് ഇവർ എത്രയാണെന്നറിയോ? 5 × 5 25. ഇതും കിട്ടി. എടാ, ഇനിയിപ്പോൾ വേറൊരു രീതി പറയട്ടെ. എന്താണെന്നറിയോ? ഇങ്ങനെ ഒരു ക്യൂബ് ഉണ്ട്. ഈ ക്യൂബിനെ നിങ്ങൾ എന്താ ചെയ്യണേ? ഇതിലെ 2 കട്ട്, എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയോ? ഇതാ ഇങ്ങനെ പോയിട്ട് ഇതാ ഇതിലെയും 2 കട്ട്, അല്ല വേണ്ട, ഇതിലിപ്പം ഒരു 3 കട്ട്, ഇതിലെന്ത് ചെയ്യുക? ഒരു കട്ട് കൂടി കൊടുക്കുക. അപ്പം 3 3 6 2 8 കട്ടായില്ലേ? അപ്പോൾ 3 3 6 2 8 കട്ട്. അപ്പം മൊത്തത്തിൽ എത്ര പീസ്? ഒരുപാട് പീസ് വരും. നമ്മൾ ഇപ്പം എന്തെങ്കിലും നമ്മൾ തോരനോ ഉപ്പേരി എന്താ പറയാന്ന് അറിയില്ല നിങ്ങളുടെ നാട്ടിൽ, ആ സാധനം നമ്മൾ വെക്കുമ്പോൾ തലങ്ങും വിലങ്ങുമാണ് കട്ട് ചെയ്യുക. എന്തിനാ? നിങ്ങൾ കുറച്ച് കട്ട് ചെയ്താൽ തന്നെ 3 ഡയറക്ഷനിൽ കട്ട് ചെയ്താൽ ഒരുപാട് പീസ് കിട്ടും, പെട്ടെന്ന് ചെറുതാവും. ഇപ്പോൾ ബീറ്റ്റൂട്ടൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്യാണ്, എല്ലാ ഡയറക്ഷനിലും കട്ട് ചെയ്താലാണ് എന്ത് ചെയ്യുക? പെട്ടെന്ന് ചെറുതാക്കാൻ പറ്റുക. അപ്പോൾ ഇതേപോലെ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ആൻസർ ഉണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് 3 കട്ട് ഒരു ഡയറക്ഷനിൽ, അപ്പുറത്തെ ഡയറക്ഷനിൽ 3, അപ്പുറത്തെ ഡയറക്ഷനിൽ 2. എത്ര ആൻസർ കിട്ടുക നോക്കി. ഇവിടെ 4 4 16 3 എന്ന് പറഞ്ഞാൽ 32ഉം 48 പീസ്. എത്രമാത്രം പീസാണ് അല്ലേ? അപ്പോൾ
നാല് നാല് 16, 3 16 32 10 42 6 48 ഒരുപാട് പീസ് വരും. സോ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയണത്, കനോട്ട് ബി ഡിറ്റർമൈൻഡ് എന്ന് പറയണത്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ അല്ലേ? ഇവിടെ ഹാനി കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അടിപൊളി. ഇനി അടുത്ത ചോദ്യം. ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം എന്താണെന്നറിയോ? കാരണം ഇവിടെ നിങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ന്യൂ മെസ്സേജൊക്കെ നമ്മൾ വായിച്ചില്ലേ? ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇതിലെനിക്ക് പ്രതീക്ഷ വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഒരു ഡയറക്ഷനിൽ കട്ട് ചെയ്തപ്പോൾ നമുക്ക് ആകെ 9 പീസേ ഉള്ളൂ. നമ്മൾ എത്ര കട്ടാ ചെയ്തേ? 8 കട്ട്, 9 പീസേ ഉള്ളൂ. ഇനി നമ്മൾ 2 ഡയറക്ഷനിൽ കട്ട് ചെയ്തപ്പോൾ നമുക്ക് വന്ന എത്രയാണെന്നറിയോ? 25 പീസ്. നിങ്ങൾ കണ്ടില്ല, 5 × 5 25 കിട്ടിയത്. ഇനി നമ്മൾ 3 ഡയറക്ഷനിൽ കട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 48 പീസാണ്. എത്ര പീസ്? 48. അപ്പോൾ നിങ്ങൾ നേരത്തെ നമ്മൾ ഉപ്പേരിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഡയമെൻഷൻസ് കൂടുമ്പോൾ പീസസിൻ്റെ എണ്ണം കൂടും. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഡയമെൻഷൻസിൻ്റെ എണ്ണം കൂടുമ്പോൾ പീസസിൻ്റെ എണ്ണം കൂടും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ചോദ്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡയമെൻഷൻസ് കൂട്ടിയിട്ടാണ് നിങ്ങൾ ആൻസർ പറയാൻ ശ്രമിക്കേണ്ടത്. എടോ അതെങ്ങനെ പറയാ? ഒരു പ്രശ്നവുമില്ല. നിങ്ങളോട് എത്ര കട്ട് എന്നാ പറഞ്ഞേ? വാട്ട് ഈസ് ദ മാക്സിമം പോസിബിൾ പീസസ് ഇൻ ടു വിച്ച് എ ക്യൂബ് ക്യാൻ ബി കട്ട് ബൈ 14 കട്ട്. നിങ്ങൾ 14 കട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണോ? അത് 3 ഡയറക്ഷനിലാക്കണം. നിങ്ങൾ ഒരു ഡയറക്ഷനിൽ കട്ട് ചെയ്താൽ എന്താ സംഭവിക്കുക എന്നറിയാം? ഇങ്ങനെ 14 കട്ട് ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് 15 പീസേ കിട്ടുള്ളൂ അല്ലേ? ഇനി നിങ്ങൾ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ എന്താ പറയുക 7 കട്ട്, ഇപ്പുറത്തും ഇങ്ങനെ 7 കട്ട്, അപ്പം നിങ്ങൾക്ക് എന്താ വരിക എന്നറിയോ? 8 × 8 64 പീസാ കിട്ടുക. അതാണ് ഇവിടെ എഴുതിയത്. അതൊന്നും വരൂല. അതൊക്കെ മിനിമം നമ്പറാണ് ആൻസർ. അപ്പോൾ കമോൺ നിങ്ങൾ പറയൂ. സോറി. അപ്പോൾ എന്താ പറയുക, 3 ഡയറക്ഷനിലെടുത്ത് നിങ്ങൾ പറയും. നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഇതിന് വേറൊരു ട്രിക്ക് കൂടി ഉണ്ട്, അതുകൂടി പറഞ്ഞുതരാം. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കുറേ കാര്യങ്ങൾ പറയും വേണം, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം, എന്നാലേ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ. നിങ്ങൾ കിട്ടുന്ന ആൻസർ, നിങ്ങൾ എങ്ങനെങ്കിലും 14 പീസസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 2 ഡയറക്ഷനിൽ എടുത്തിട്ടാണ് 64 കിട്ടിയത് അല്ലേ? 2 ഡയറക്ഷനിലാണ് 64 കിട്ടിയത്, ഒരു ഡയറക്ഷനിലാണ് 15 കിട്ടിയത്. നിങ്ങൾ എങ്ങനെങ്കിലും ഒരു 3 ഡയറക്ഷൻ എടുക്കി. 3 ഡയറക്ഷൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? വോളിയം പോലെ A × B × C എന്നുള്ള രീതിയിൽ മൾട്ടിപ്ലിക്കേഷൻ വരും. കമന്റ് വരട്ടെ ഗൈസ്. അപ്പം നിങ്ങൾക്ക് 3 ഡയറക്ഷനിൽ കട്ട് ചെയ്യുമ്പോൾ എത്ര വീതം എടുക്കണം എന്നുള്ളതിലാണ് നിങ്ങളെ കൺഫ്യൂഷൻ എന്ന് എനിക്ക് മനസ്സിലായി അല്ലേ? അപ്പം അത് എത്ര വീതം എടുക്കുക? എന്തായാലും ജസ്റ്റ് +1 ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 14 കട്ട് എന്ന് പറയുമ്പോൾ ഞാനിവിടെ 2 മെത്തേഡ് കാണിച്ചു തരാം. നിങ്ങൾ ശരിക്കും നോക്കിക്കോളി. 14 ആകുമ്പോൾ നമ്മൾ ഇതുകൂടി പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാം. 14 ആകുമ്പോൾ ഒരാൾ ചെയ്യണത് എങ്ങനെയാണെന്നറിയോ? ഒരു ഡയറക്ഷനിൽ 1 കട്ട്, അപ്പുറത്തെ ഡയറക്ഷനിൽ പിന്നെ എന്താ പറയുക 2 കട്ട്, അപ്പുറത്തെ ഡയറക്ഷനിൽ 11 കട്ട്. ഇതാണ് ഒരാൾ ചെയ്യണത്. അപ്പം നമുക്ക് ഇത് കട്ട്സാണ്. ഇതിൽ പീസസിൻ്റെ എണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, പീസസിൻ്റെ എണ്ണം എന്ന് പറയുമ്പോൾ 2 3 12 എന്ന് പറഞ്ഞാൽ 12 3 36 2 72 പീസാണ് കിട്ടുക. വെറും 72 പീസ്. ഇനി ഞാനിത് രണ്ടാമത്തെ രീതിയിൽ ചെയ്യാൻ പോവാണ്. എങ്ങനെയെന്നറിയോ? ഇവിടെ ഒരു ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു 2 കട്ട്, അപ്പുറത്തെ ഡയറക്ഷനിൽ 6 കട്ട്, അപ്പുറത്തെ ഡയറക്ഷനിൽ 6 6 12 2 14 6 കട്ട്. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇവിടെ നിങ്ങൾ നോക്കിക്കോളി, എന്താ വരിക? ഇതാണ് വരിക. 7 7 49 3 എന്ന് പറഞ്ഞാൽ 147. ഒരുപാട് പീസിൻ്റെ എണ്ണം കൂടി, ഒരുപാട് കൂടി. പക്ഷെ എന്തല്ല, ഇതൊന്നും ഓപ്ഷനിലില്ല. ഇനി അടുത്ത മെത്തേഡ് കാണിച്ചു തരാം. ഞാൻ ഓരോന്നിനും റീസൺ പറയും, ജസ്റ്റിഫിക്കേഷൻ പറയും. വെറുതെ അങ്ങോട്ട് ചെയ്യല്ല, റാൻഡമായിട്ട് ഇങ്ങനെ 1 2 3 ഇങ്ങനെ നമ്പർ കൊടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യലല്ല ചെയ്യേണ്ടത്. ഇതെന്തിനാ ചെയ്യണമെന്നുള്ള കറക്റ്റ് റീസൺ പറയും. അടുത്ത നോക്കിക്കോളിയേ,
4 കട്ട് ഒരു ഡയറക്ഷനിൽ, അപ്പുറത്ത് 5 കട്ട്, അപ്പുറത്ത് 5 കട്ട്, 10ഉം 4ഉം 14. അപ്പം അങ്ങ് കിട്ടുന്ന പീസ് എന്താണെന്നറിയോ? 5 ഇൻറ്റു 6 ഇൻറ്റു 6. അപ്പം അങ്ങ് കിട്ടുക 36 ഇൻറ്റു 5 180 കിട്ടുക. അത് ഇവിടെ ഓപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഞാനൊരു ചലഞ്ചായിട്ട് എടുക്കുകയാണ്, പവിത്ര പറഞ്ഞത് 150, ചലഞ്ചായിട്ട് എടുക്കുകയാണ്. എടോ ആർക്കെങ്കിലും ഇതിൻ്റെ പീസിൻ്റെ എണ്ണം ഇനി കൂട്ടാൻ പറ്റുമോ? ആർക്കെങ്കിലും 225 കിട്ടുന്നുണ്ടോ? അല്ലെ 175 എന്തായാലും കുറവാണ്. 180ൻ്റെ കൂടുതലുള്ള 225 ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് കിട്ടൂല. കാരണം എന്താണെന്നറിയോ? ഇവിടെ നമ്മൾ ചെയ്തതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഈ മെത്തേഡിൽ ഞാൻ അവിടെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ തരികയാണ്. എന്താ പോയിന്റ് അറിയോ? മാക്സിമം പീസ് നിങ്ങൾക്ക് കിട്ടണോ, മാക്സിമം പീസസ് കിട്ടണോ, നിങ്ങൾ എന്ത് ചെയ്യണം? സെയിം നമ്പർ ഓഫ് കട്ട് ബ്രാക്കറ്റിൽ ഓൾമോസ്റ്റ് എങ്കിലും നിങ്ങൾ ചെയ്യണം. ഇവിടെ ഇപ്പം എങ്ങനെയാണ് സെയിം ആയത്? നിങ്ങൾ നോക്കിയേ, 5 5 4 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ നമ്പറും അടുത്തടുത്താണ് അല്ലേ? എല്ലാ നമ്പറും അടുത്തടുത്താണ്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? 6 6 2 നമ്പർ അടുത്താണ്. പക്ഷെ ഈ 2 എന്ന് പറഞ്ഞാലോ വളരെ കുറവാണ്. ഇവിടെ ഒരിക്കലും അടുത്തല്ല. കാരണം എന്താ? 11 ഒരുപാട് കട്ട്, പിന്നെ കുറച്ച് 2, പിന്നെ 1 കട്ട്. ഇതുകൊണ്ടാണ് ഇത് ചെറിയ നമ്പർ. ഇത് അതിലും കൂടുതൽ, ഇതിനേക്കാൾ ഒരുപാട് കൂടുതൽ അല്ലേ? അപ്പം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണ് മാക്സിമം പീസസ് കിട്ടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം പീസ് കിട്ടാൻ എല്ലാ ഡയറക്ഷനിലും ഒരേ നമ്പർ ഓഫ് കട്ടാണ് ചെയ്യേണ്ടത്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ആ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ നമുക്കിത് എവിടെ ചോദിക്കാം? ഈ ക്വസ്റ്റ്യൻ തൽക്കാലം നിങ്ങൾ വായിക്കേണ്ടത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? നിങ്ങൾ 15 കട്ട് ചെയ്യണം. എ ക്യൂബ് ഈസ് കട്ട് ബൈ 15 കട്ട് എന്ന് ചോദിക്കുക. വാട്ട് ക്യാൻ ബി മാക്സിമം നമ്പർ ഓഫ് പീസസ്? ഇത് ക്വസ്റ്റ്യൻ നമ്പർ 1. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മിനിമം നമ്പർ ഓഫ് പീസസ്. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഈ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ആദ്യം നിങ്ങൾ മിനിമങ്ങൾ ആദ്യം പറഞ്ഞോളി. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 1, ഇത് ക്വസ്റ്റ്യൻ നമ്പർ 2. മിനിമം ഒക്കെ എളുപ്പത്തിൽ കണ്ടൂടെ? എന്താ മിനിമം? കമൻറ്റ് നിങ്ങൾ അവിടെ ഉണ്ട് എന്നൊന്ന് ബോധ്യപ്പെടട്ടെ. എടാ നമ്മൾ 15 കട്ടാ ചെയ്യണം. അടിപൊളി. പവിത്ര സൂപ്പറായിട്ട് പറഞ്ഞു. എടാ ഒരു ഡയറക്ഷനിൽ കട്ട് ചെയ്താൽ നമുക്കറിയാം 15 + 1 16 വരിക. ഇനി ഞാൻ ചോദിക്കട്ടെ, മാക്സിമം എന്താ വരിക? ഈ 16ൽ ഒരുപാട് വലുതാ മാക്സിമം വരിക. അതെത്ര വരിക? 200ൻ്റെ മുകളിലുള്ള നമ്പറാണ്. ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസ് തരാം. 125 ഓപ്ഷൻ ബി, സി. 216 ഓപ്ഷൻ ഡി. 208 ഇവിടെ കമൻറ്റ് വന്നിട്ടുണ്ട്. 216 ആൻസർ കമൻറ്റ് വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ പെർഫെക്റ്റ് ആൻസർ. അപ്പോൾ എങ്ങനെ 216 കിട്ടിയത്? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരേ നമ്പറാണ് 3 ഡയറക്ഷനിൽ എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ 15 കട്ട് എന്ന് പറഞ്ഞാൽ 5 ഒരു ഡയറക്ഷനിൽ, 5 അപ്പുറത്തെ ഡയറക്ഷനിൽ, 5 മൂന്നാമത്തെ ഡയറക്ഷനിലുള്ള കട്ട്. അപ്പോൾ പീസസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 5 + 1 എന്ന് പറഞ്ഞാൽ 6 6 36 എന്ന് പറഞ്ഞാൽ 216 വരിക. സോ ഇത്രയുമാണ് എനിക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു എവ്രി വൺ. സോ ഇതിൽ ബാക്കി കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. സോ നമുക്ക് ഓൾറെഡി ടൈം ആയതുകൊണ്ട് എന്ത് ചെയ്യാം, ബാക്കി അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ചെയ്യാം. ഇവിടെ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സോ ക്ലിയർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഐ എം ഹാപ്പി അബൌട്ട് ദാറ്റ്. നൗ വി ക്യാൻ സീ ദാറ്റ് ദ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കാണിച്ചു തരാം. എന്തൊക്കെയാണ് ചോദിക്കുക? ഹൗ മെനി കട്ട് 125 കണ്ടോ? ഇതൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഇതിൽ ഹയർ ലെവൽ ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾ കണ്ടോ? ഇവിടെ ഹയർ ലെവൽ കണ്ടോ? ക്യൂബ് ബ്ലാക്ക് കട്ട് ഇൻറ്റു 125. ഇതാണ് കെയർ ലെവൽ ക്വസ്റ്റ്യൻ. നമ്മൾ ഓൾറെഡി ചെയ്തതാ. സിമിലർ, ക്യൂബ് ഈസ് പെയിൻറ്റഡ് ആൻഡ് കട്ട് ഇൻ 343. കണ്ടോ? എണ്ണം കൂടുകയാണ്.
ഓപ്പോസിറ്റ് ഫേസ് ഗ്രീന്, പേര് എന്താ പറയുക വൈറ്റ്, പിന്നെ റെഡ്. ഇതൊന്നും നമുക്കൊരു സീനില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ 216 ഇത് കുറച്ച് ഫോണ്ട് വലുതാക്കണമല്ലേ. ഓക്കെ, ഇത് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. സോ ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു എവ്രി വൺ. സോ വി ആർ വൈൻഡിങ് അപ്പ് ഫോർ ദ ഡേ. ഇഫ് യു ഹാവ് എനി സോർട്ട് ഓഫ് ഡൗട്ട് യു ക്യാൻ ആസ്ക്, ഓർ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഗുഡ് നൈറ്റ്.